Yes, good evening, all of you. എല്ലാവർക്കും നമസ്കാരം. മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഹൈലൈറ്റ് ചെയ്യുന്നത് മോദി കെയർ ഇറക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് റേഞ്ചാണ് ഷിഫ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു റേഞ്ച്. ഈ ഷിഫ്റ്റ് ലൈഫ് എന്തിനു വേണ്ടിയാണ് കമ്പനി അത് കൊണ്ടുവന്നേക്കുന്ന വലിയൊരു പർപ്പസ് ഉണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ചികിത്സിക്കാൻ വേണം. അത് സിക്നസ് ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് വെൽനസ് ഇൻഡസ്ട്രി. അതായത് അസുഖം വരാതിരിക്കാൻ നോക്കുക, ഉള്ള അസുഖങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുക. അങ്ങനെ പർപ്പസാണ് ഇത് ഈ പ്രൊഡക്റ്റ് മെയിനുള്ളത്. ഇതൊരു വിപ്ലവകരമായ ഒരു ആശയമാണ്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ മോദിക്ക് സ്റ്റാർട്ട് ചെയ്ത് 1996-ലാണ്. ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രകാശ്. ബേസിക്കലി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റില് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റില് ഒരു സീനിയർ സൂപ്രണ്ട് ലെവലില് ഗസറ്റ് റാങ്കില് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങള് കുറെ അറിയാനും അടുത്തറിയാനും നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള പല ആരോഗ്യ പ്രശ്നം അറിയാനും ഇടയായി. അത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു താല്പര്യമായിട്ട് മാറി. അതിൽ ഇന്ത്യയില് നിരവധി കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ മോദി കെയർ ലിമിറ്റഡ് എന്ന കമ്പനി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കമ്പനിയാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഇൻട്രസ്റ്റിലാണ് ഞാൻ ആദ്യം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ എൻ്റെ വീട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് മാറിക്കഴിഞ്ഞു. എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള പല അസുഖങ്ങളും കുടുംബത്തിലെ പല അംഗങ്ങളുടെ അസുഖങ്ങളും കുറയ്ക്കാനും അതിന് വലിയ ആശ്വാസം കണ്ടെത്താനും ഈ പ്രൊഡക്റ്റ് സഹായിച്ചു. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കാര്യം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് മോദി കെയർ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 1996-ലാണ്. 29 വർഷം കഴിഞ്ഞു. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന പർപ്പസ് തന്നെ ശരിക്കും നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് ശരിക്കും നല്ല ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത്. 30/3/1996 ആരംഭിച്ച ശേഷം അവര് പല റേഞ്ച് പ്രൊഡക്റ്റ് മോഡിക്കാനുണ്ട്. അതിന് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പൊ 17 സെഗ്മെന്റ് ആയിപ്പോ 17 സെഗ്മെന്റില് 800ഓളം ഉൽപ്പന്നങ്ങൾ കമ്പനിക്കുണ്ട്. അതെല്ലാം പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ മടക്കി കൊടുത്ത 1 മാസത്തിനുള്ളിൽ നമുക്ക് പണം തിരിച്ചു വാങ്ങിക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ ഒന്ന് അറിയണം തോന്നി. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ കമ്പനി തയ്യാറല്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഇന്ത്യക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഇല്ലായ്മയാണ്. അതുകൊണ്ടാണ് ഇത് എന്തായാലും പരീക്ഷിക്കണമെന്ന് തീരുമാനിക്കാൻ കാരണം. അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങി. ചായപ്പൊടി, കാപ്പിപ്പൊടി അതെല്ലാം നിത്യോപയോഗ സാധനം മാറി തുറക്കുന്ന സമയത്ത് പേസ്റ്റ്, ബ്രഷ് അങ്ങനെ ഐറ്റംസ് മാറി. കുളിക്കുന്നതും അലക്കുന്നതും എല്ലാം ഈ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങി. പാത്രം കഴുകാനും ഈവൻ വീട്ടിലെ മസാല ഐറ്റംസ് മുഴുവൻ ഇതിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ കമ്പനി എന്തൊക്കെ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടോ ആ പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിക്കാൻ തുടങ്ങി. മൈഗ്രെയിൻ കുടുംബത്തിനുണ്ടായിരുന്നു, ആ മൈഗ്രെയിൻ മാറി. ഇന്റലക്ട് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതയാണ്. ഇന്റലക്ട് പ്രോട്ടീൻ പൗഡർ, നാച്ചുറൽ പ്രോട്ടീൻ, അതും 10 ഗ്രാമില് 8.4 ഗ്രാം പ്രോട്ടീനുള്ള ഇന്ത്യയിലെ അപൂർവം പ്രോട്ടീൻ വന്നു. അതും ക്വാളിറ്റി. ഇങ്ങനെ ക്വാളിറ്റി കൊണ്ടാണ് ഇത്രയും ആകർഷണമായത്. പിന്നീട് അത് എന്ത് പ്രൊഡക്റ്റ് എടുക്കാലും അത് ആദ്യം വാങ്ങിക്കും. വണ്ണം കുറയ്ക്കാനുള്ള പ്രൊഡക്റ്റ് ഇപ്പൊ ഇറങ്ങി. അത് ഇറങ്ങി ആദ്യത്തെ ഒരു 500 കസ്റ്റമറുകൾ ഞാനായിരുന്നു. ഒരു 3 മാസം കൊണ്ട് എനിക്കുണ്ടായിരുന്ന 82 കിലോ തൂക്കം 73 കിലോയെ കുറച്ച് 3 മാസം കൊണ്ട്. അപ്പൊ കറക്റ്റ് 90 ദിവസം കൊണ്ട് 9 കിലോ കുറയ്ക്കാൻ കഴിഞ്ഞ ആ പ്രൊഡക്റ്റിനെ പ്രത്യേകം. അപ്പൊ നമ്മൾ ഓരോ പ്രൊഡക്റ്റും അതിനകത്തുള്ള കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ പഠിക്കേണ്ട വിഷയവും. കടുക്ക, നെല്ലിക്ക, കടുക്ക, ഉടമ്പുളി, ഞെരിഞ്ഞില്, ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, കുരുമുളക്, ഇഞ്ചി, അങ്ങനത്തെ ഐറ്റംസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നിത്യോപയോഗ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന്, വേറെ ഇൻഗ്രീഡിയൻസും മോശമായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ചേർക്കാതെ ചെയ്യാൻ പറ്റുന്ന ബോധ്യപ്പെട്ടപ്പോൾ, അതെനിക്ക് അറിയാവുന്നതുകൊണ്ട്
ഈ കമ്പനി ഇറക്കിയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റും ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കമ്പനി ഫെബ്രുവരി മാസം പ്രൊഡക്റ്റ് ഇറക്കി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസം കൊണ്ട് 9 കിലോ കുറച്ചു. അപ്പൊ അതിനുശേഷം നമുക്ക് കുറെ കൂടി ബോഡി റിലാക്സ്ഡ് ആയി, കുറെ നല്ല കാര്യം ചെയ്യാൻ പറ്റി. ഇപ്പൊ വ്യായാമം ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോ സ്കിപ്പ് ചെയ്യേണ്ടത് 100-110 പ്രാവശ്യം സ്കിപ്പ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ റിട്ടയർ ആയ ശേഷം നമുക്ക് കുറെ ആക്ടിവിറ്റി കൂട്ടാൻ തുടങ്ങി. പ്രായം നമുക്ക് തന്നെ തോന്നി പ്രായം കുറെ കുറഞ്ഞു തുടങ്ങി. കാരണം പ്രായം കുറക്കുന്ന തരത്തിലുള്ള റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് അതിനകത്തുള്ളത്. പ്രായം കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ പ്രായം കൂടുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ കോശങ്ങള് എല്ലാ ഓരോ കോശങ്ങളും അത് സമയമാകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് അതിന്റെ പ്രൊഡക്ഷനും മൾട്ടിപ്ലിക്കേഷനും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രായം കൂടിക്കൊണ്ടിരിക്കും. ഇതൊരു പ്രോസസ്സാണ്. പക്ഷെ ആ മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കുന്നത്, അതിന് ബ്രേക്കിംഗ് കുറയ്ക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ, നല്ല നിറമുള്ള പച്ചക്കറി പഴങ്ങൾ കഴിച്ചാൽ കിട്ടും. അങ്ങനെയുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റില് ഇത് സാധിക്കുമെന്ന് ഉള്ള തിരിച്ചറിവാണ് എനിക്ക് ഈ വെൽനസ് ഇൻഡസ്ട്രി ഇഷ്ടപ്പെടാൻ കാരണം. ഇനി അടുത്ത നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി വെൽനസ് ഇൻഡസ്ട്രി. അതൊരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ് ഈ മോദി കെയർ എന്ന കമ്പനി വരുന്നത്. നമുക്കെന്ന് പഠിക്കേണ്ട കാര്യം അറിയും. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ് എന്ന കമ്പനി. ഇതൊരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് കാര്യം. ഒപ്പം ഈ കമ്പനിക്കുള്ള എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട്. അതിനകത്തൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റിലേക്ക് കമ്പനി സെഗ്മെന്റ്സ് പ്രവേശിച്ചേക്കും. കമ്പനിക്ക് പല പല സെഗ്മെന്റ്സിനകത്ത് അടുത്ത സെഗ്മെന്റ് പ്രീമിയം ക്വാളിറ്റി. ആ പ്രീമിയം ക്വാളിറ്റിയിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ്, ആ സെഗ്മെന്റ്സാണ് ഈ ഷിഫ്റ്റ് ലൈഫ് എന്ന പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. ആ ഷിഫ്റ്റ് ലൈഫ് ഇറങ്ങുന്ന മോഡിവേ എന്നൊരു റേഞ്ചിനകത്ത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് മോദി കെയർ എന്ന് മാറി മോദിവേ എന്നൊരു പ്രീമിയം ക്വാളിറ്റി ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് 3 കാറ്റഗറി ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിനകത്ത് ഒരു ഫസ്റ്റ് കാറ്റഗറി ഷേപ്പ് ഷിഫ്റ്റ് ആണ്. അതിന് വണ്ണം കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഫെബ്രുവരി മാസം 2025 ലോഞ്ച് ചെയ്തു. അത് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അത് ഉപയോഗിച്ചു. എന്റെ വണ്ണം 3 മാസം കൊണ്ട് ഞാൻ കുറച്ചു. അവിടെ വേറെ പ്രൊഡക്റ്റ് ഫോറസ്റ്റ് നെക്ടർ, മുടിയും സ്കിന്നും ഒക്കെ നല്ല ഇരിക്കുന്ന സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. വൈഫും ഞാനും മോളും ഒക്കെ അതാ ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തത് സോൾട്ട് സ്റ്റെപ്പ് എന്ന രീതിയിൽ കിച്ചൺ സൊല്യൂഷൻസ്. അടുക്കളയ്ക്ക് വേണ്ട വലിയ പരിഹാര മാർഗവും. അടുക്കളയിൽ കണ്ടെയ്നർ ബോക്സ് നമുക്ക് പലപ്പോഴും അറിയില്ല. ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക്സിലാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്, കണ്ടെയ്നർ ബോക്സ് ഒക്കെ. അത് മാറ്റിയിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് പകരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നൊരു റെവല്യൂഷനാണ് ഈ സോൾട്ട് ഷെഫ് എന്ന് പറയുന്ന ഇറങ്ങിയ പ്രൊഡക്റ്റ്. കണ്ടെയ്നർ ബോക്സ് ഒരുപാട് തരത്തിലുള്ള പല ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഇറങ്ങിയത്. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ നൈഫ് ഇറങ്ങിയിട്ടുണ്ട്, 5 നൈഫ് ഇറങ്ങിയിട്ടുണ്ട്. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് നൈഫാണ്. ഇതൊക്കെ നമുക്ക് 5 നൈഫിന്റെ ഒരു സെറ്റാണ്. അതൊക്കെ നമുക്ക് അറിയേണ്ട ഒരു കാര്യങ്ങളൊക്കെ. അതിൽ നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കപ്പെടുന്ന സോൾട്ട് ഷെഫും നൈഫും ഒക്കെ ലൈഫ് ടൈം ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് ടൈം ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയെന്ന കാര്യം ആർക്കും അറിയില്ല. ഞാൻ ആ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി വേറെ പ്രത്യേകത, നമുക്ക് ഈ മോദിവയുടെ പ്രീമിയം റേഞ്ചിൽ ഇറങ്ങിയ പ്രൊഡക്റ്റിനകത്ത് ഒരു സെഗ്മെന്റ് ഫോറസ്റ്റ് നെക്ടർ എന്ന പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു. അതുപോലെ 3 സെഗ്മെന്റ് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത സെഗ്മെന്റ് ഇറങ്ങിയാണ് ഷിഫ്റ്റ് ലൈഫ് എന്ന പ്രൊഡക്റ്റ്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ബാക്കിയുള്ള പ്രൊഡക്റ്റ് നമുക്ക് ബാക്കിയുള്ള ഗ്രൂപ്പിൽ വീഡിയോസ് നോക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഉപയോഗിക്കണം. ഇതെല്ലാം പറയുന്നത് വിൽക്കാൻ വേണ്ടിയൊന്നും അല്ല ബിസിനസ് വേണ്ടത്. ഇത് കൊണ്ടുവരുന്ന വിൽക്കുന്ന ബിസിനസ് അല്ല. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഞാനൊരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഫുൾ ടൈം ആയിട്ട് കാറ്റഗറി ആയിട്ട് എടുക്കാൻ കാരണം ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും ആവശ്യമാണ്. ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ എല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം ഒന്ന് കഴിക്കുന്ന ഭക്ഷണമാണ്, 2 കുടിക്കുന്ന വെള്ളമാണ്, ശ്വസിക്കുന്ന വായു. പിന്നെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് ലെവൽ, പല കാരണം കൊണ്ടും നമുക്ക് അസുഖം ഉണ്ടാവാറുണ്ട്. അതിനകത്ത് കഴിക്കുന്ന ഭക്ഷണം നമുക്ക് എത്ര ക്രമീകരിച്ചാലും നമുക്ക് ഇവിടെ കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിന് മനസ്സിലായി മോദി കെയറിന്റെ പ്രൊഡക്റ്റിനകത്ത് അങ്ങനെ വന്നിട്ടുള്ള ആ പ്രൊഡക്റ്റിനെ നമുക്ക് ഓക്സിഡേഷൻ പോലുള്ള അങ്ങനത്തെ പ്രക്രിയകളെയൊക്കെ മാറ്റി ആന്റി ഓക്സിഡൻസ് കഴിച്ചാൽ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ കൊണ്ടാണ് നമുക്ക് മാരകമായ രോഗങ്ങൾ ശരീരത്തിൽ വരുന്നത്. അതിന് ആന്റി ഓക്സിഡൻസ് ഉപയോഗിച്ചാൽ അത് മാറാൻ പറ്റുമെന്ന് ശരിക്കും മനസ്സിലാക്കിയെത്തുന്ന ഒരു സെഗ്മെന്റാണ് ഇതിനകത്തുള്ളത്. അതൊക്കെ പഠിക്കേണ്ട പ്രൊഡക്റ്റ്. ഇന്റലക്റ്റും അല്ലെ ടെർമറിക് എന്നുള്ള പ്രൊഡക്റ്റൊക്കെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. ഈവൻ നോൺ ജ്യൂസ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. ഇവൻ ഈ നമ്മുടെ ചിന്തയിലെ ഇത്തരത്തിൽ കിട്ടുന്ന സ്പൈർനില പ്രൊഡക്റ്റ്, പച്ചയുടെയും അങ്ങനത്തെ ഗ്രീനറി ഐറ്റംസ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള വിറ്റമിൻസും പ്രോട്ടീൻസും മുഴുവൻ കിട്ടുന്ന ഉൽപ്പന്നമാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ്.
എന്നെ സംബന്ധിച്ചോളം. ഈ അറിവൊക്കെ നേടാൻ സാധിച്ചത് മോദി കെയറിൽ വന്നതിന് ശേഷം മാത്രമാണ്. ഇത് അല്ലെ ഈ നമുക്ക് തുളസിയില് 8 തുളസി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് മോദിക്ക് വന്നപ്പോ ഒരു പ്രൊഡക്റ്റിന്റെ 8 തുളസി ഇത് വെച്ച് ശ്വാസം കെട്ട്, അലർജി, കഫക്കെട്ട് അത് മുഴുവൻ മാറുകയാണ്. അതിന്റെ കാലത്ത് 2-3 തുള്ളി, ഉച്ചക്ക് 3 തുള്ളി, വൈകിട്ട് 3 തുള്ളി കഴിച്ചും വെള്ളത്തിന്റെ കൂടെ കുടിച്ചു കഴിഞ്ഞാല് കഫക്കെട്ട് മുഴുവൻ ഇളകിപ്പോകും. ഒരാഴ്ച കഴിച്ച് നമുക്ക് കംപ്ലീറ്റ് അസുഖം കഫക്കെട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഈ അറിവുകളൊക്കെ നമ്മുടെ കാരണവന്മാര് പണ്ട് പറഞ്ഞിരുന്ന അറിവുകൾ പോലെ മോദി കെയറിന്റെ MD മിസ് അമീൻ മോഡിയുടെ ഭാവനയിൽ ഉണർന്ന കാര്യങ്ങളാണ്. ഞാൻ ഏറ്റവും നന്ദി പറയേണ്ടത് ആ വ്യക്തിയോടാണ്. ഒപ്പം തന്നെ എന്നെ സ്പോൺസർ ചെയ്ത ദിനേശ് നിഷാദ് അവർകളെ ഞാൻ പ്രത്യേകം ഈ സമയത്ത് നന്ദി പറയാണ്. കാര്യം ഇത് രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇനി ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. നമ്മുടെ സെൽഫ് യൂസ് നമ്മൾ സ്വയം ഉപയോഗിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട ഉപയോഗിച്ച് കിട്ടിയ എക്സ്പീരിയൻസ് മാത്രം നമുക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യാം. അത്രമാത്രം, വേറെ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് രാഷ്ട്രം ബിൽഡിങ്ങിനകത്ത് നിങ്ങൾക്ക് പ്രോസസ്സിൽ പാർട്ടാകാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. കമ്പനി ഇറക്കിയിട്ടുള്ള ഷിഫ്റ്റ് ലൈഫ് എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ആദ്യം നമുക്ക് അതിന്റെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ജസ്റ്റ് പറയാം. 11 പ്രൊഡക്റ്റ് ഉള്ളത്. അതിനകത്ത് 10 പ്രൊഡക്റ്റും ഒന്നതിനകത്ത് 2 സെഗ്മെന്റ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഐ വിൽ ഷോ യു സംതിങ്. ഞാൻ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. ഷിഫ്റ്റ് ലൈഫ്, ലീവ് കോൺഷ്യസ്ലി. ഇനി നമ്മൾ ജീവിക്കണം, വളരെ ശ്രദ്ധാപൂർവം ജീവിക്കണം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് എന്താണ് അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ ഈ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാണ്. ഇത് നമുക്ക് ഭാരതത്തിന് ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും നീഡ് ഓഫ് ആൻ അവർ, ഈ അവറിൽ ഏറ്റവും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾ പരമാവധി എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ ഇത്രയും പ്രൊഡക്റ്റ് ഇറങ്ങിയിരിക്കണം. ഈ പ്രൊഡക്റ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് ഒരു 3 പ്രൊഡക്റ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങി. ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏതാനും ആഴ്ചകളായിട്ടുള്ളൂ. അപ്പൊ അത്രയും പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞ് തന്നെ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ നമുക്ക് അറിയുന്നുണ്ടാണ്. അപ്പൊ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് നമുക്ക് ഇത് പഠിക്കണം, ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് റിയാലിറ്റി നോക്കാം. നമുക്ക് ഈ 75% ഇന്ത്യക്കാർക്കും അറിയില്ല അവര് ഒരു റെക്കമെൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത്രയും കഴിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിനകത്ത് 91% ഇന്ത്യക്കാർക്കും അവരുടെ ഡെയിലി ആയിട്ടുള്ള ഗ്രീൻസ് ഇൻടേക്ക്, അതായത് നമുക്ക് ഗ്രീനറി ആയിട്ടുള്ള ഇങ്ങനെ പച്ച നിറത്തിലുള്ള ക്ലോറോഫിൽ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ കഴിക്കണമെന്ന കാര്യം അറിയില്ല. അത് മീറ്റപ്പ് ചെയ്യാൻ പറ്റാറില്ല. കാരണം അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ടാവും. പക്ഷെ എപ്പോഴും കാണുന്ന പ്രോസസ് ഫുഡും അങ്ങനത്തെ റിഫൈൻഡ് കാർബോ ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ അങ്ങനത്തെയുള്ള കാർബ്സ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നമുക്ക് ഉപയോഗിക്കുന്ന ചോറ്, അരി ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസ് അത് ഉപയോഗിക്കുന്ന നമുക്ക് ശരീരത്തിനകത്ത് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യം ആർക്കറിയില്ല. അതൊരു 50% മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോറ് കഴിയുമെന്ന് കണ്ടല്ലേ. ചോറിൽ ഒരു നിറയെ ചോറ് വെക്കും, ചെറിയ കറി ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചോറ് ഒരു 2 ബൗൾ എണ്ണാൻ പാടുള്ളൂ, ഒരു ബൗൾ എണ്ണാൻ പാടുള്ളൂ. ബാക്കി മുഴുവൻ കറിയാണ് കഴിക്കേണ്ടത്. ഒരു ബൗൾ ചോറ് കഴിക്കുക, ബാക്കി മുഴുവൻ കറി നിറച്ചുകൊണ്ട് കഴിക്കുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിക്കുക. നമ്മൾ പഠിക്കേണ്ട വിഷയം എനിക്ക് ഭാഗ്യവശാൽ പല രാജ്യങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ പല ഫോറിനേഴ്സിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം സിച്ചിട്ടുണ്ട്. ഒരു ടേബിളിൽ അവർ കഴിക്കുന്ന രീതി കണ്ടുപഠിക്കാൻ പല കാര്യമുണ്ട്. അത് നമുക്ക് അറിയണത് ഇങ്ങനത്തെ ക്ലാസ്സിൽ കേട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഇത്രയും ഇമ്പോർട്ടൻസ് ആണ്. ചെറുപ്പം തൊട്ട് നമ്മൾ വീട്ടിൽ പഠിപ്പിച്ച നമ്മളെ മാതാപിതാക്കളെ പഠിപ്പിച്ചേക്കുന്ന രീതിയാണ് ഇത്. അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കാൻ തന്നെ വളരെയധികം പ്രത്യേകതകളെന്ന് മനസ്സിലാക്കാൻ സാഹചര്യമാണ്. പിന്നെ നമ്മൾ കഴിക്കുന്നത് കൂടുതലും അസിഡിക് ഫുഡാണ്. അസിഡിക് നാച്ചുറൽ. അപ്പോൾ നമുക്ക് ശരീരത്തിന്റെ ബോഡി ആൽക്കലിയാണ്. ബോഡി 80% ആൽക്കലിയാണ്, രക്തം ആൽക്കലി. അപ്പൊ ദാറ്റ് മീൻ ബാക്കി 20% മാത്രമേ കഴിക്കാൻ പറ്റൂ. നമ്മൾ കഴിക്കുന്നത് 50% ആൽക്കലി കഴിച്ചാൽ ബോഡിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെ അസുഖങ്ങൾ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം ഈവൻ കുടിക്കുന്ന വെള്ളം തന്നെ, നിങ്ങൾ വീട്ടിലെ കിണറ്റിലെ വെള്ളം ആയിക്കോട്ടെ, കുപ്പിക്കിടുന്ന വെള്ളം ആയിക്കോട്ടെ, അതെല്ലാം തന്നെ അസിഡിക്കാണ്. നമുക്ക് ബോഡിക്ക് വേണ്ടത് ആൽക്കലിയാണ്. ഇതും മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം. അപ്പൊ ഹെബ്സ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഔഷധ സസ്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഹെബ്സ് കഴിക്കുമ്പോൾ നമ്മുടെ ആന്റി ഓക്സിഡൻസ് ലെവല് നാച്ചുറൽ കൂടാൻ സാധിക്കും, വിറ്റമിൻസും മിനറൽസും കൂടാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഡയറ്റിനകത്ത് ഇത് ഉൾപ്പെടുത്തേണ്ട ആവശ്യവും. നാച്ചുറൽ ഡീടോക്സിഫയേഴ്സ് നമ്മുടെ ഭക്ഷണത്ത് ഇത് കഴിക്കുന്നവർ ഡെയിലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോൾ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തു പോകാൻ സഹായിക്കുന്നത് ഈ ഗ്രീനറി ഐറ്റംസ് ആണ്. ദെൻ ആൽക്കലൈസിങ് ന്യൂട്രിയൻസ്, നമുക്ക് ഭക്ഷണത്തിനകത്ത് ശരീരത്തിന് ആൽക്കലി ആക്കുന്ന ന്യൂട്രിയൻസ് ശരീരത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യവും. അപ്പോൾ നമുക്ക് ശരീരത്തിന്റെ അസിഡിക് ആയിട്ടുള്ള പോർഷൻസിനെ ശരീരം ആൽക്കലി ആക്കി മാറ്റി തരാനുള്ള
ഇങ്ങനത്തെയുള്ള പച്ചക്കറിയും പഴങ്ങളും നിറത്തിലുള്ള പച്ചക്കറിയും പഴങ്ങളും ഉൾപ്പെടുത്തണം. പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് നമ്മുടെ ദഹനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം, ഗട്ടിന് അതായത് നമ്മുടെ കുടലിന് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ആണ്. നമുക്ക് ഒരു 100 ട്രില്യൺ അണുക്കളാണ് നമ്മുടെ ബോഡിയിനകത്തുള്ളത്. ഏതാണ് 100 ട്രില്യൺ? ആലോചിക്കുക. ആകാശത്തിൽ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ അണുക്കൾ നമ്മുടെ വയറിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ജീവിതം മുമ്പോട്ട് ആരോഗ്യപരം മുമ്പോട്ട് പോകാൻ പറ്റുന്ന സത്യം നമുക്ക് ഇന്നെങ്കിലും മനസ്സിലാക്കാം. ഈ ഇപ്പൊ കാണുന്ന നമ്മുടെ ഗട്ട് ഹെൽത്ത് വീക്കനാവുന്നു, ടോക്സിൻസ് ചെയ്തുണ്ടാവുന്നു, നമ്മുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നു, എപ്പോഴും ക്ഷീണവും തളർച്ചയും വരുന്നു, ചെറിയ നീരുവീഴ്ചയും ഓക്സിഡൈസ് സ്ട്രെസ് ഉണ്ടാവുന്നു, നമ്മുടെ pH ബാലൻസ് ബാധിക്കുന്നുണ്ട്, അസിഡിറ്റി കൂടുതലുണ്ടാവുന്നു, ആൽക്കലി ലെവലിൽ നിർത്താൻ സാധിക്കുന്നില്ല, സ്കിൻ എപ്പോഴും ഡള്ളായിട്ട് നിൽക്കുന്നു, നമുക്ക് എപ്പോഴും ഡീറ്റോക്സിഫിനും കുറവായിരുന്നു, മുഖത്ത് എപ്പോഴും 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 എന്താ പറയാ അങ്ങനെ മുഖക്കുരു പോലുള്ള സംഗതികളും കറുത്ത പാടുകളും ഒക്കെ ധാരാളം വരുന്നു, ബോഡിയിലൊക്കെ പല പല പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. ഈ ടീറ്റോക്സിന്റെ എഫക്റ്റ് ആണത്. ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പ്രൊഡക്റ്റാണ് സൂപ്പർ ഗ്രീൻ എന്ന് പറയുന്നത്. ഈ പേര് പോലെ തന്നെ സമൃദ്ധമാണത്. ഇത് നമുക്ക് തന്നെ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഈ സൂപ്പർ ഗ്രീൻസിനകത്തുണ്ട്. ഷിപ്പ് ലൈഫിലെ ഫസ്റ്റ് പ്രൊഡക്റ്റാണ്. ഒരു സൂപ്പർ ഫുഡാണത്. അതായത് ഗ്രീൻസ്, സൂപ്പർ ഫുഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹെൽപ്സ് ആൻഡ് പ്രോബയോട്ടിക്സ് എല്ലാം ചേർന്ന ഒരു ഒരു കോമ്പിനേഷനാണ്. അതിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്, ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ കണ്ടന്റ്സ് ആണ് പവർഫുൾ ഇൻഗ്രീഡിയൻസ്. 6 ആൽക്കലൈസ് ഗ്രീൻസ്, അങ്ങനെ പച്ചില നിറത്തിലുള്ള പച്ചക്കറി ഐറ്റംസിനകത്ത് നിന്ന് 6 ആൽക്കലൈസ് ഗ്രീൻസ്. അതിന്റെ പർപ്പസ് ശരീരത്തിന്റെ അസിഡിക് അവസ്ഥയെ മാറ്റാൻ ഈ ഗ്രീൻസ് കഴിച്ചാൽ സഹായിക്കും. അപ്പൊ അത് ഈ ഓൾറെഡി പ്രൊഡക്റ്റിനകത്തുണ്ട്. 10 ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇത് നമുക്കറിയാം ശരീരത്തിന്റെ ടോക്സിൻ ലെവലിൽ മാറ്റാനും ശരീരത്തിന്റെ പോഷകാഹാരം ലഭിക്കാനുള്ള കാര്യങ്ങൾ. ദെൻ 11 സ്ട്രെയിൻ പ്രോബയോട്ടിക്സ് ആൻഡ് ബെൻഡ്, 20 ബില്യൺ CFU. അപ്പോൾ ഈ കോളനി ഫോമിംഗ് യൂണിറ്റ് ആണ് ഈ CFU എന്ന് പറയുന്നത്. കോളനി ഫോമിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 100 ട്രില്യൺ ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് നല്ല ബാക്ടീരിയ കൂടണമെങ്കിൽ മാത്രമേ ശരീരത്തിന്റെ ഈ ഓരോ കാര്യങ്ങൾ ഭംഗിയോടെ നടക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി തരുന്ന പ്രോബയോട്ടിക്സിന്റെ ഒരു ഒരു ശൃംഖലയാണിത്. ഇത്രയും 20 ബില്യൺ ഉള്ള CFU ഉള്ള ബാക്ടീരിയ അടങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 12 ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, നമ്മൾ പ്രതിരോധ ശക്തി കൂട്ടാൻ ആവശ്യമുള്ള പച്ചക്കറിയും പഴങ്ങളും തരുന്ന നാച്ചുറൽ ആയിട്ടുള്ള 12 ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കും ഇത് ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നതിനോട് മാത്രം. ഉണ്ടോ? ഷുഗർ ഇല്ല, ഗ്ലൂട്ടൻ ഇല്ല, GMO ഇല്ല, നമുക്ക് പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല, ഡയറി, സോയ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണ്. പിന്നെ സോയ പലർക്കും അലർജി ഉണ്ട്. തൈറോയിഡുള്ള ആൾക്കാർക്ക് സോയ കഴിക്കുന്ന ഡോക്ടർ പറയാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. കേട്ടോ, 40 സൂപ്പർ ഇൻഗ്രീഡിയൻസിനകത്ത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. എല്ലാം പ്ലാന്റ് ബേസ്ഡ് ആണ്. അപ്പൊ ആൽക്കലൈസിങ് ഗ്രീൻസ്, സൂപ്പർ ഫുഡ്സ്, ഫ്രൂട്ട്സ്, വെജീസ്, ഹെർബ്സ്, ആന്റി ഓക്സിഡൻസ്, അങ്ങനെയുള്ള നാച്ചുറൽ പ്രൊഡക്റ്റ്. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഡീറ്റോക്സിനും ഡൈജഷനും സൂക്ഷിക്കാൻ ആവശ്യമുള്ള പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും വേറെ. അപ്പോൾ ഡൈജഷൻ എൻസൈംസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ആൽക്കലൈസിങ് ആൻഡ് ന്യൂട്രിയന്റ് ഡെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ശരീരത്തിന് ആൽക്കലൈസ് ആക്കി തരുന്നു. ഉണ്ടോ? ഹെൽപ്സ് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് എനർജി, നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് നല്ല എനർജിയും തരുന്നു. അപ്പൊ നമുക്ക് രണ്ടും കാര്യം ബാലൻസിങ് ആയതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ആന്റി ഓക്സിഡൻസ് ഒക്കെ അഡാപ്റ്റേഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നും കണ്ണിനെയൊക്കെ സംരക്ഷിക്കാനും ഹാർട്ട് ഹെൽത്ത് സംരക്ഷിക്കാൻ ആവശ്യമുള്ള ഒരു പാക്കേജ് അതിന്റെ കൂടെ ഉണ്ട്. അത് നമ്മൾ കാഴ്ച ശക്തി നന്നാക്കി തരുന്നു, ഹാർട്ട് ഹെൽത്ത് നന്നാക്കി തരുന്നു. ആണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ പ്ലാന്റ് ബേസ്ഡ് അതും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അലർജൻ ഫ്രീ ആയിട്ടുള്ള അങ്ങനത്തെ ഓപ്ഷൻ നോക്കി. ഇവിടുത്തെ ഒരു 25 ഇൻഗ്രീഡിയൻസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. FOS, ഫക്ടോ ഒളിഗോസാക്കറൈഡ്സ്. ഇത് നമ്മുടെ ആമാശയത്തിന്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ്. സ്പൈറല പൗഡർ, അതൊരു അമേസിങ് കോമ്പിനേഷൻ ആണ്. ഹൃദയതലത്തിൽ കിട്ടുന്ന പിന്നെ സ്പേസിൽ നാസയിലേക്ക് ആൾക്കാർ ഇങ്ങനെ സ്പേസിൽ പോണ സമയത്ത് അവർ കാലത്തും ഉച്ചക്കും വൈകിട്ടും കഴിക്കുന്നത് വേറെ ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് അവർക്ക് ഗുളിക മാത്രം കഴിച്ച് പോണത്. ആ ഗുളികയാണ് സ്പൈറല. അത് ഇതിന്റെ പൗഡറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ശരീരത്തിന് ഡീറ്റോക്സ് മാറാനും എനർജി ഉണ്ടാക്കാനും സഹായിക്കും. എല്ലാ വിറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അതിനകത്തുണ്ട്. റിച്ച് ആണ് അത്, ചെടികളുടെ എക്സ്ട്രാക്ട് ആണ്. ദെൻ ഫ്രൂട്ട് പൗഡേഴ്സ് എന്തിന്റെ ഫ്രൂട്ട് പൗഡേഴ്സ് ആണ്? പൊമഗ്രാനേറ്റ്, മാതള നാരങ്ങ, അതുപോലെ ലെമൺ, അസ്ട്രോളജറി, അതിന്റെയൊക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് പൗഡേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് വിറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ശക്തി പിന്നെയും കൂടും, സ്കിന്നൊക്കെ നല്ല വൈബ്രന്റ് മാറും. പിന്നെ സ്പിനാച്ച് ലീഫ് പൗഡർ, ചീര ഇലയുടെ പൗഡറാണ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. അത് പറയേണ്ട ആവശ്യമില്ല, അയണും ക്ലോറോഫിലൊക്കെ ലഭിക്കും. പിന്നെ
ക്ലോറല്ല പൗഡർ. ഇത് നമുക്കൊരു എപ്പോഴും ശരിക്കും നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കഴിച്ചാൽ, ഹെവി ഭക്ഷണം കഴിച്ചാൽ അതിനുള്ള ഒരുപാട് മെറ്റൽസും ഒക്കെ ഉണ്ടാകും. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഉൽപ്പന്നങ്ങൾ വേറെ. ദെൻ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ഇതൊരു റിച്ച് ആന്റി ഓക്സിഡന്റ് സാധനമാണ്. ഇത് സഹായിക്കുന്ന നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റാബോളിക്സിനൊക്കെ ശക്തിപ്പെടുത്തും. നമ്മുടെ മെറ്റാബോളിക്സ് ശക്തിയാണെങ്കിൽ മാത്രമേ എനർജിയും ഈ ന്യൂട്രീഷനെ തിരിക്കുന്ന പ്രോസസ് നടക്കുള്ളൂ, ദഹനം നടക്കുള്ളൂ. അപ്പൊ ആ പ്രക്രിയ മുഴുവൻ സഹായിക്കുന്ന ഗ്രീൻ ടീ എക്സ്ട്രാക്ട്. പൈനാപ്പിൾ എക്സ്ട്രാക്ട് പറയേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും ഡൈജഷൻ സഹായിക്കുന്നത്. ദെൻ ബാർലി ഗ്രാസ് പൗഡർ, ദെൻ ബ്ലൂബെറി ഫ്രൂട്ട് പൗഡർ, ഒരു വളരെ ബ്രെയിനിനെ ഹാർട്ടിനെ സഹായിക്കുന്ന പ്രൊഡക്റ്റ്. ദെൻ പ്രോബയോട്ടിക് ബ്ലെൻഡ്, ഇത് ദഹനം സഹായിക്കുന്നു, പ്രതിരോധശക്തി കൂട്ടുന്നു, കുടലിന്റെ ആരോഗ്യം, ഗട്ടിന്റെ ആമാശിന്റെ ഫ്ലോറ, അതിന്റെ കുടലിനകത്തുള്ള കോട്ടിങ്, ആ കോട്ടിങ്ങിന്റെ ഫ്ലോറ നിലനിർത്താൻ സഹായിക്കുന്നു. ആൽഫാൽഫ എക്സ്ട്രാക്ട്, ഇത് ശരീരത്തിൽ ടോക്സിൻസിനെ മാറ്റി കളയുന്ന ഉൽപ്പന്നമാണ്, ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നമാണ്. ദെൻ ടൊമാറ്റോ ഫ്രൂട്ട് പൗഡർ, അതും അടിയുന്നുണ്ട്, തക്കാളിയിൽ നിന്നുള്ള എക്സ്ട്രാക്ട്. ഇത് സ്കിന്നും ഹാർട്ടും വളരെ നല്ലതാണ്, അതിനകത്ത് ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട്. അശ്വഗന്ധ എക്സ്ട്രാക്ട്, ഇത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഇപ്പൊ 13 ഇനി 11 ഉണ്ട്. ഇത് അശ്വഗന്ധ നമ്മുടെ ടെൻഷൻ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു, എനർജി ലെവൽ കൂട്ടും. അപ്പൊ നമുക്ക് നല്ല നല്ല ക്ലാരിറ്റി നമുക്ക് എന്തിനും കിട്ടുന്ന സംഗതിയാണ്. ഇത് കണ്ട വീറ്റ് ജെം, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, ഇതൊരു വലിയ റിച്ച് ആന്റി ഓക്സിഡന്റ് ആണ്. വീറ്റ് ജെം നമ്മൾ സഹായിക്കുന്നത് സ്കിന്നിനും ഹാർട്ടിനും നല്ലതാണ്. പക്ഷേ വിറ്റമിൻ ഇ അതിനകത്ത് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റും ഇതേപോലെ ഒരു റിച്ച് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ നമുക്ക് ശരീരത്തില് ഡാമേജ്, ഫ്രീ റാഡിക്കൽ ഡാമേജ് ഉണ്ടാകാതെ നോക്കും. ദെൻ ബിൽബറി എക്സ്ട്രാക്ട്, ഇത് കണ്ണിന്റെ കാഴ്ചശക്തിക്കും നമുക്ക് ഒരു കാര്യങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കപ്പാസിറ്റിയും കൂടുതൽ സംഗതിയാണ്. വിറ്റമിൻ സി, ഇത് പറയേണ്ട ആവശ്യമില്ല, ആസ്കോർബിക് ആസിഡ് ആണ്, അത് ഇമ്മ്യൂണിറ്റി കൂട്ടും. കൊളാജൻ പ്രൊഡക്ഷൻ, നമുക്ക് ശരീരത്തിന് കൊളാജനെ കുറിച്ച് നമുക്ക് അടുത്ത് വേറെ സെഷൻ വരുന്നുണ്ട്. അതിന് പ്രൊഡക്ഷനെ സംരക്ഷിക്കും, അത് കൂട്ടുന്നതുകൊണ്ട് ശരീരത്തിന് കുറെ അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. നമ്മുടെ ശരീരത്തിന്റെ മെയിൻ പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. പിന്നെ ആന്റി ഓക്സിഡന്റ് ഡിഫൻസ്, നമുക്ക് ഓക്സിഡേഷൻ ഉണ്ടാകാതിരിക്കാനുള്ള ശരീരത്തിന് ആന്റി ഓക്സിഡന്റ് ഡിഫൻസ് ആയിട്ടും ഈ വിറ്റമിൻ സി സഹായിക്കും. ജിങ്കോ ബൈലബ, ഇത് നമ്മുടെ മെമ്മറി ലെവൽ കൂട്ടുന്നു, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാക്കി തരുന്നു. ഇപ്പൊ ബ്ലോക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ജിങ്കോ ബൈലബ. ഈവൻ വെരിക്കോസ് വെയിനൊക്കെ ആകർക്ക് ഈ പ്രൊഡക്റ്റിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യാൻ പോണത് ഈ ഒരു ഭാഗത്താണ്. ആൻഡ് ഫോക്കസ്, ഒരു കാര്യം ശ്രദ്ധിച്ച് ഒരു കാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഘടകമാണ് ജിങ്കോ ബൈലബ. ഇത് മിൽക്ക് തിസിൽ എക്സ്ട്രാക്ട്, ഇത് പ്രൊഡക്റ്റ് ശരീരത്തിന് ടോക്സിഫിക്കേഷൻ മാറ്റി തരുന്നു, ലിവറിനെ സംരക്ഷിക്കുന്നു, കരളിനെ സംരക്ഷിക്കുന്ന ഉൽപ്പന്നം. ഡാൻഡലിയോൺ റൂട്ട് എക്സ്ട്രാക്ട്, ഇത് ദഹനത്തെ സഹായിക്കുന്നു. വാട്ടർ റിട്ടൻസ്, ശരീരത്തിൽ എപ്പോഴും വെള്ളം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ദെൻ കോഎൻസൈം ക്യൂട്ടൻ, ഇതൊരു ഹാർട്ട് ഹെൽത്തിനും നമ്മുടെ കോശങ്ങളുടെ കോടിക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, അതിന് എനർജി സഹായിക്കുന്നു. ബീട്രൂട്ട് എക്സ്ട്രാക്ട്, അത് നമ്മുടെ സ്റ്റാമിന കൂട്ടി തരുന്നു, രക്തത്തിന്റെ ഫ്ലോ നാച്ചുറൽ വേയിൽ കൂട്ടി തരുന്നു. ദെൻ റെസ്വറട്രോൾ, ഇത് ഹാർട്ട് ഹെൽത്തിനും പ്രായം കുറയ്ക്കാനും സഹായിക്കുന്ന ഉൽപ്പന്നമാണ്. ദെൻ ലൂട്ടീൻ, സീസാന്തിൻ ആൻഡ് അസാസാന്തിൻ, ഇത് കണ്ണിനെ സംരക്ഷിക്കുന്നു, ഈ നീല ലൈറ്റിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ പപ്പായ എക്സ്ട്രാക്ട്, ഡൈജഷനും നമ്മുടെ സ്കിന്റെ ഹെൽത്തിനും സഹായിക്കുന്നു. ആലോചിക്കുക, 25 ഇൻഗ്രീഡിയൻസ് ഇത് മാത്രം, മൊത്തം 40 ഇൻഗ്രീഡിയൻസിനകത്ത് മെയിൻ കാണുന്ന 20 ഇൻഗ്രീഡിയൻസ് പറഞ്ഞതേക്കാണ്. ഇത്രയും പ്രൊഡക്റ്റ് കിടന്ന ഈ പ്രൊഡക്റ്റിന്റെ, അപ്പൊ നമുക്ക് കഴിക്കേണ്ടത് ഒരു സ്കൂപ്പ് 250 ml വെള്ളത്തിൽ ചേർത്ത് ഒരു സ്കൂപ്പ് എടുക്കുക. 250 ml 10 ഗ്രാം ഉണ്ടാവും, 10 ഗ്രാം 250 ml വെള്ളത്തിൽ ചേർത്ത്, ചൂടുവെള്ളമല്ല, സാധാരണ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുക. ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. അപ്പൊ അതിന് ബെറി ബ്ലാസ്റ്റിന്റെ ഫ്ലേവറിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കുക, ഇതിന്റെ വില വരുന്നത് MRP 2400 രൂപ, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരുന്നത് 1800 രൂപ, PV വരുന്നത് 33 PV. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. ഇത് കൊളാജൻ ആണ്. ഈ കൊളാജൻ നമുക്ക് കേട്ടുന്ന അലിച്ചു നോക്കണം, ഇത് ഗ്രീക്ക് വേർഡാണ്. നമ്മുടെ ശരീരത്തില് ഒരു പശ പോലെ പ്രവർത്തിക്കുന്ന ഉൽപ്പന്ന കൊളാജൻ. അതായത് ശരീരത്തിന് എല്ലാ രീതിയിലും ഇത് ബയോളജിക്കൽ ഗ്ലൂ ആണ്. നമ്മുടെ ശരീരത്തിന് മസിൽസിനെയും എല്ലിനെയൊക്കെ ടെൻഡൻസിനെയൊക്കെ ലിഗ്മെന്റ്സിനെയൊക്കെ ഒന്നിച്ചിരുത്തുന്നത്, ഓർഗൻസ് ആൻഡ് സ്കിന്നിനെയൊക്കെ ഒന്നിച്ചു നിർത്തി അതിനെ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് ഇത് കൊളാജൻ. എന്താ, റിജിഡ് ഫോമിലാണ്. ഇത് ഫൈബ്രസ് പ്രോട്ടീനാണ്. നമുക്കിത് ഏറ്റവും കാര്യം, ശരീരത്തിന് ഏറ്റവും കൂടുതലുള്ളത് ഈ പ്രോട്ടീനാണ്. എല്ലാ മാമൽസിനും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഇതാണ്. അപ്പൊ ഇത് 70-80% ഓഫ് ദ ട്രൈ വെയിറ്റ് ഓഫ് സ്കിന്നിന്റെ 70-80% ഈ പ്രോട്ടീനാണ്.
ഇതൊരു പ്രധാനപ്പെട്ട റോളാണ് സ്കിന്നിന്റെ വളർച്ചയിൽ സഹായിക്കുന്നത്. ഇത് നോക്കുക, സ്കിന്നെ സ്ട്രോങ് ആണ് നിർത്തുന്നത്, സ്കിന്നിന്റെ ആ സോഫ്റ്റ്നെസ് നിലനിർത്തുന്നത്, അതിന്റെ ചെറുപ്പം യൗവനം നിലനിർത്തുന്നത് കൊളാജനാണ്. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ മുടിയും നഖം നോക്കുക, അതിന്റെ മുടി പൊട്ടിപ്പോകുന്ന, മുടി പൊട്ടിപ്പൊളന്നിങ്ങനെ പോകുന്ന സ്പിറ്റിംഗ് എയർ എന്ന് പറയും, അത് വരുന്നത് നഖം പൊട്ടിപ്പോകുന്നതൊക്കെ കൊളാജന്റെ കുറവ് കൊണ്ടാണ്. ഉണ്ടോ? അപ്പൊ ജോയിന്റ്സ് ആൻഡ് ലിഗ്മെന്റ്സ്, മുട്ടിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഇല്ല. മുട്ടിന്റെ കാലത്ത് എഴുന്നേക്കും നടക്കുകയും ചെയ്യുമ്പോഴും നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോഴുള്ള അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും മൂവ്മെന്റും ഏറ്റവും സഹായിക്കുന്ന ഘടകം കൊളാജനാണ്. ഈ ജോയിന്റ്സിനും ലിഗ്മെന്റ്സിനും കൊളാജൻ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല മുട്ടിന് സംബന്ധമായ പ്രശ്നങ്ങളും ജോയിന്റ്സിനും കഴുത്തിനും ഷോൾഡറിനൊക്കെ പ്രശ്നം വരുന്നത്. ബോൺ ആൻഡ് മസിൽസ്, ഇതിന് ഈ സ്ട്രക്ചർ നമ്മുടെ ബോഡിയുടെ ഷേപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റാണ് കൊളാജൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈവൻ മുഖത്തിന്റെ ചുളിവുകൾ ഉണ്ടാവും, ഫൈൻ ലൈൻസ്, നമുക്ക് ചിരിക്കുമ്പോഴേക്കും ഒരു ചെറിയ ഇത് വരില്ലേ, ഒരു ചിരിക്കുന്ന സമയത്ത് ഒരു ലൈൻ വരും, അത് വരില്ലേ, അത് പ്രായത്തിന്റെ നമുക്ക് ശരീരത്തിന്റെ കൊളാജൻ കുറയുമ്പോഴുള്ള സംഭവങ്ങളാണ്. സാഗിങ്, നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ മസിൽസ് ഒക്കെ സാഗി വരുന്നു, ഇവിടെ മുഖത്തിന് താഴെയൊക്കെ സാഗി വരുന്നു, അതും കൊളാജന്റെ കുറവ് കൊണ്ടാണ്. ഡള്ളായിരിക്കണം, മുഖം ഡള്ളായിരിക്കണം, മുടി ഭയങ്കര തിന്നായിട്ടിരിക്കണം, നെയില് പൊട്ടിപ്പോണത്, ജോയിന്റ്സിന് എപ്പോഴും ഡിസ്കംഫർട്ട് വരുന്നൊക്കെ എപ്പോഴാണ്. അപ്പൊ ഇത് നോക്കുക, 25 വയസ്സിന് ശേഷമാണ് ഇതിന്റെ കുഴപ്പം അറിയണത്. എല്ലാ വർഷവും 1.5% കൊളാജൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഉണ്ടാവും ഒരു 40 ദിവസം ആകുമ്പോൾ 30% കൊളാജൻ ഉറപ്പായിട്ട് പോട്ടുണ്ടാവും, നാച്ചുറൽ കൊളാജൻ നഷ്ടപ്പെട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ടെൻഷൻ കൊണ്ട്, ചുറ്റുന്നുള്ള ഈ സ്ട്രെസ് കൊണ്ട്, നല്ല ഒരുപാട് വെയിൽ കൊള്ളുന്ന ചൂടുള്ള കാലാവസ്ഥ, അങ്ങനത്തെ കാലാവസ്ഥ ജീവിക്കുന്നുണ്ട്, പല പല കാലാവസ്ഥ ചേഞ്ചസും നമുക്ക് ഉണ്ടാവും. ഇത് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന കൊളാജൻ ഉണ്ട്, ഇത് ആനിമൽ ഡെറിവേറ്റഡ് ആണ്. അത് പഠിക്കേണ്ട പോയിന്റ് ആണ്. നമ്മൾ കുറേയധികം ഫിലിം സ്റ്റാർസ്, സെലിബ്രിറ്റീസ് ഒക്കെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൊളാജൻ അവർ ബോഡിയിൽ ഇൻടേക്ക് ചെയ്യാറുണ്ട്. അത് പല രീതിയിൽ ഇൻടേക്ക് ചെയ്യണം. അത് ചെയ്യുന്ന അവർ പ്രായം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരിപ്പോഴും യൗവനം നിലനിർത്താൻ സഹായിക്കുന്നത് കൊളാജൻ ആണെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നമുക്കത് വേണ്ട, നമുക്ക് വെജ് കൊളാജൻ കമ്പനി തരികയാണ്. അപ്പൊ അതിനായിട്ടുള്ള വാല്യൂ ഉണ്ട്. ലോകത്ത് ഭയങ്കര ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റാണ് ഈ കൊളാജൻ, വെജ് കൊളാജൻ. അത് ഇൻസ്റ്റന്റ് മിക്സ് പൗഡർ വിത്ത് ഗ്രീൻസ്, സൂപ്പർ ഫുഡ്സ്, ഫ്രൂട്ട്സ്, വെജീസ്, ഹെർബ്സ് ആൻഡ് പ്രോബയോട്ടിക്സ്, അതിന്റെ ഒരു കോമ്പിനേഷൻ എല്ലാം അതിനകത്തുണ്ട്. നമ്മൾ കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് മൃഗങ്ങളെ കൊന്നും ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല, പ്ലാന്റ് ബേസ്ഡ് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ വെജ് കൊളാജന്റെ പെപ്റ്റൈഡ്സിന്റെ ഫോമില ഉള്ളത് ഏറ്റവും കൂടുതൽ അമിനോ ആസിഡ്സിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഇത് വന്നേക്കുന്നത്. അമിനോ ആസിഡ് ആണ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് 9 അമിനോ ആസിഡ് സാധാരണ പ്രോട്ടീനിലൊക്കെ പെടാറുണ്ട്. ഈ അമിനോ ആസിഡിന്റെ കോമ്പിനേഷൻ ആണ് ഈ വെജ് കൊളാജൻ പെപ്റ്റൈഡ്സ്. ഗ്ലൂട്ടാത്തോയിൻ റിച്ച് ആന്റി ഓക്സിഡൻസ് ആണ്, ശരീരം തന്നെ ഉണ്ടാക്കുന്ന ആന്റി ഓക്സിഡന്റ് ഗ്ലൂട്ടാത്തോയിൻ. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ യൗവനം നിലനിർത്താൻ നമുക്ക് ഈ സാധനം ആഡ് ചെയ്തുകൊണ്ട് ഡബിളായിട്ട് ശരീരം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ദെൻ റെസ്വറട്രോൾ, ഇതും ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. ദെൻ വിറ്റമിൻ സി ആൻഡ് വിറ്റമിൻ ഡി, ഇതിന്റെ ഫോർമുലേഷനാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇറങ്ങിയേക്കുന്നത്. അപ്പൊ ബോഡിയുടെ നാച്ചുറൽ കൊളാജനാണ് ഉണ്ടാക്കുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 3 കൊളാജനകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡെയിലി നമ്മുടെ ശരീരത്തിനാവുന്ന പല പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ട് മാറാം. ഇനി ശ്രദ്ധിച്ചു നോക്കുക, ഈ 8 ആഴ്ച നടത്തിയ പഠനം, ഈ വെയിറ്റുള്ള കൊളാജൻ കുടിച്ച ശേഷം പഠനത്തിനകത്ത് 50% നമ്മുടെ ചുളിവ് മാറി കിട്ടി. ഉണ്ടോ? 36% സ്കിൻ വിസ്കോ എലാസിറ്റി, ഈ സ്കിൻ നമുക്ക് തിരിച്ച് അതേപോലെ പഴയ പൂർവ്വസ്ഥയിൽ എത്തിയില്ലെങ്കിൽ അത് പ്രായം നമുക്ക് സ്കിന്ന് ഡാമേജ് ആണ് അർത്ഥം. അപ്പൊ നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ 36% ആ സ്കിൻ വിസ്കോ എലാസിറ്റി മാറി പൂർവ്വസ്ഥയിലാക്കാൻ ഇത് ഈ പ്രൊഡക്റ്റ് സഹായിക്കും. 150% റിഡക്ഷൻ സ്കിൻ റഫ്നെസ്, സ്കിന്റെ തൊലി ഭയങ്കര റഫായിട്ട് നിൽക്കുന്ന ആ പ്രത്യേകത മാറി സ്കിന്നെ സ്മൂത്ത് ആക്കി തരും. ഉണ്ടാ 36% ഇംപ്രൂവ്മെന്റ് ഇൻ സ്കിൻ സ്മൂത്ത്നെസ്, 40% റിഡക്ഷൻ ഹെയർ ഫോൾ, മുടി പൊഴിയണ പ്രക്രിയ, വിട്ടായി പൊട്ടിപ്പോണ പ്രക്രിയ സ്റ്റോപ്പ് ആവുന്നു. 26% ഇംപ്രൂവ്മെന്റ് ഇൻ ഹെയർ തിക്നെസ്, മുടിയുടെ തിക്നെസ് ഭയങ്കര തിന്നായി പോണ സംഗതി മാറി തിക്കായിട്ട് മുടി വളരുന്നു, അത് ആരോഗ്യവും മുടി വളരാൻ തുടങ്ങുന്നു. 8 ആഴ്ച കൊണ്ട് ഇത്രയധികം മാറ്റം വരുമെങ്കിൽ ആലോചിച്ച് നോക്കേണ്ട വിഷയമുള്ളത് അല്ലെ. എല്ലാവരും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് വന്നു അപ്പൊ തന്നെ തീർന്നു പോകുന്ന സെഗ്മെന്റിലേക്ക് ഈ വെജ് കൊളാജൻ മാറിക്കഴിഞ്ഞു. ഇത് ബെനിഫിറ്റ്സ് നോക്കുക. ഞാൻ പറഞ്ഞു നേരത്തെ, വെജ് കൊളാജൻ പെപ്റ്റൈഡ്സ് ഫോമിലാണ്. ഇത് പ്ലാന്റ് ബേസ് ആയതുകൊണ്ട് ഇതിന്റെ മറ്റുള്ള പ്രോട്ടീൻ പോലെയല്ല, സ്കിൻ എലാസ്റ്റിസിറ്റി പെട്ടെന്ന് കൂട്ടാനും സ്കിന്റെ ആ ശരീരത്തിനകത്തുള്ള
ആ ഹൈഡ്രേഷൻ, ജലാംശം അതുപോലെ നിലനിർത്താനും ആ ഫേംനെസ് കൂട്ടാനും ഒരു നമ്മുടെ മുടി ശക്തമാക്കി തരുന്നു, നഖം ശക്തമാക്കി തരുന്നു. അതാണ് വെജ് കൊളാജൻ പെപ്റ്റൈഡ്സിന്റെ പ്രത്യേകത. അത് ഭയങ്കര റയർ ഇതാണ് ഈ ഗ്ലൂട്ടാഥയോൺ. ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ് ഗ്ലൂട്ടാഥയോൺ. ഇതും ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും നമ്മുടെ മുഖത്തുള്ള മറുക് അല്ലെ പിഗ്മെന്റേഷൻ അങ്ങനത്തെ മറുക് ഐറ്റംസ് മുഴുവൻ മാറാനും അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് ശരീരത്തിന്റെ വിഷാംശങ്ങൾ പുറത്തു കളഞ്ഞ് ആക്കി തരുന്നു. റിസർവട്രോള് ഇത് പ്ലാന്റ് ആന്റി ഓക്സിഡൻസ് ആണ്. ഇത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ചുളിവുണ്ടാകുന്ന കാര്യങ്ങൾ മാറ്റാനും നമുക്ക് ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആക്കി തരും. അപ്പൊ നമുക്ക് നല്ല മുഖത്തിന് ഗ്ലോ ഉണ്ടാവും. ദെൻ വിറ്റമിൻ സി പറയേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്നു. ദെൻ വിറ്റമിൻ ഇ തീർച്ചയായിട്ടും ഇതും ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, നമുക്ക് ശരീരത്തിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാതെ സഹായിക്കുന്നു. വിറ്റമിൻ സിയും ഇയും പ്രധാനപ്പെട്ട വിറ്റമിൻ എ സി ഇ ഡി ഇത് 4 ഏറ്റവും പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. സോ ഇതിന്റെ കൂടെ ഫാക്ടോ ഒലിഗോസാക്കറൈഡ്സ് ഉള്ളതുകൊണ്ട് ഈ നമുക്ക് ശരീരത്തിലെ അണുക്കളുടെ പ്രാതിനിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആണെങ്കിൽ, ആമാശയത്തിലെ അണുക്കളുടെ എണ്ണം കറക്റ്റ് ആണെങ്കിൽ ആരോഗ്യം നമുക്ക് ഒരുപാട് 70% പ്രശ്നവും അവിടെ പരിഹരിക്കപ്പെടും. അത് മുഴുവൻ മാറ്റി തരുന്ന ഒരു ഫാക്ടോ FOS എന്ന് പറയും. അത് കാരണം ഈ പോഷകങ്ങളെ പെട്ടെന്ന് വലിച്ചെടുക്കാനും പെട്ടെന്ന് ഉപയോഗപ്പെടുത്താനും സ്കിന്നിന് ഹൈഡ്രേഷൻ കൊടുക്കാനും ഉപാപചയ പ്രവർത്തനങ്ങൾ മെറ്റബോളിസം കറക്റ്റാക്കി തരാൻ സഹായിക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വരുന്നത് MRP വരുന്നത് 4350 രൂപ, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരുന്നത് 3263 രൂപ, PV വരുന്നത് 60.43. ഇത് കഴിക്കേണ്ടത് ഒരു സ്കൂപ്പ് ഈ വെജ് കൊളാജൻ 300 ml വെള്ളത്തിൽ ചേർത്ത് ശരിക്കും നന്നായി ഇളക്കുക, കഴിക്കുക. ഇത് ഓറഞ്ച് ഫ്ലേവറിലാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ബോഡിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇനി മൂന്നാമത്തെ പ്രൊഡക്റ്റിൽ പ്രവേശിക്കാം. ഇത് പ്രോട്ടീനെ കുറിച്ചാണ്. പ്രോട്ടീൻ നമുക്കറിയാം ശരീരത്തിനെ റിപ്പയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട, നമുക്ക് ശരീരത്തിന് പ്രോട്ടീൻ പല പല സോഴ്സ് കിട്ടും. ഇറച്ചി, മുട്ട, മീൻ ഒക്കെ പ്രോട്ടീൻ കിട്ടും. ഇത് നാച്ചുറൽ സോഴ്സിൽ നമുക്ക് കമ്പനിക്ക് ഓൾറെഡി തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ബോഡിയാണ്. ശരീരം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് മുടി, നഖം, സ്കിന്ന്, എല്ല്, പല്ല് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. പ്രോട്ടീൻ കണ്ട് നമുക്ക് മുഴുവൻ പറ്റത്തില്ല. അതപ്പം ഒരു വീടുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇഷ്ടിക പോലെയാണ് പ്രോട്ടീൻ ശരീരത്തിൽ വർക്ക് ചെയ്യണം. പ്രോട്ടീൻ കുറഞ്ഞാൽ അതിന് വിവരം പെട്ടെന്ന് അറിയും. അപ്പോ ബിൽഡിംഗ് ആൻഡ് റിപ്പയർ മസിൽസ് ആൻഡ് ടിഷ്യൂസ്, സപ്പോർട്ട്സ് എനർജി ആൻഡ് സ്റ്റാമിന, ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കൂട്ടുന്നു, മുടി, നഖം എല്ലാം, സ്കിന്നെല്ലാം എൻസൈംസ് ഉണ്ടാക്കുന്നു. ഈ എൻസൈംസ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ആവശ്യം, ഹോർമോൺസ് ഏറ്റവും ആവശ്യം. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതും എനർജി നിർത്തുന്നതും പ്രോട്ടീനാണ്. വണ്ണം കൂടാൻ കുറയാനും സഹായിക്കുന്നുണ്ടാ, വണ്ണത്തിന് കൺട്രോൾ ചെയ്യുന്നതും പ്രോട്ടീനാണ്. അങ്ങനത്തെ പ്രോട്ടീൻ ഈ സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമുണ്ട്. പ്രോട്ടീൻ കുറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം അയാളുടെ ബോഡിയിലേക്ക് ഭയങ്കര ഡാമേജ് പുറകെ വരുമെന്ന് അവർക്ക് ഗ്യാരണ്ടിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രോട്ടീൻ ശരീരത്തിന് ഇത്രമാത്രം ആവശ്യം, എത്ര കിലോ തൂക്കമുണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം മനുഷ്യ ശരീരത്തിൽ കയറിയിരിക്കണം. ഇനി നമുക്ക് അങ്ങനെ വന്നെങ്കിൽ പ്രോട്ടീനാണ് ഈ പി പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പി പ്രോട്ടീൻ എത്രയും എനിക്ക് വേറെ കുറച്ച് കാര്യം പറയാനുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി തന്നെ മോദിക്കെയറിന് 3 തരം പ്രോട്ടീൻ വേറെ ഉണ്ട്. അതൊന്ന് ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡറാണ്. ഇത് സോയയും LOPയും ഗോതമ്പും ചേർന്നുള്ള വീറ്റും ചേർന്നുള്ള പ്രോട്ടീൻ, ഇതെല്ലാം ഇമ്പോർട്ടഡ് സ്റ്റഫാണ് 3. അതിന്റെ ഇന്ത്യയിൽ നിർമ്മിച്ച് നമുക്ക് തരുന്നു. ഇതിന് പ്രത്യേകത 10 ഗ്രാമിന് 8.4 ഗ്രാം പ്രോട്ടീനകത്തുണ്ട്. 84% പ്രോട്ടീനുള്ള ഇന്ത്യയിലെ അപൂർവം പ്രോട്ടീൻ ഉണ്ടാവും. പ്യൂർ ചെടികളുടെ പീസ് ആയതുകൊണ്ട് ശരീരം മുഴുവൻ അബ്സോർബ് ചെയ്യും. 9 എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട് ഇതിനകത്ത് എല്ലാത്തിലും. അപ്പൊ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പൗഡറാണ് പൊതുവെ എല്ലാവരും ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ചിലർക്ക് സോയ അതിനകത്തുള്ള, ചിലർക്ക് സോയ പറ്റില്ല. കണ്ടോ, അത് ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ സോയ പറ്റാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ പറയാൻ പോകുന്ന പ്രോട്ടീൻ നമുക്ക് ഓപ്ഷൻ എടുക്കാം. അടുത്ത പ്രോട്ടീനാണ് നമുക്ക് പ്രോട്ടീൻ ക്രസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ന്യൂട്രീഷനാണ്, ഇത് പോഷക സമൃദ്ധമായ സാധനമാണ്. മറ്റേ പ്രോട്ടീൻ മാത്രമുള്ളെങ്കിൽ ഇത് പ്രത്യേകത നമുക്ക് ഒരാൾക്ക് ഭക്ഷണത്തിന് പകരം ഇത് കഴിക്കാം. കണ്ടോ, അതാണ് ക്രസ്റ്റ് പ്രോട്ടീന്റെ പ്രത്യേകത, പ്രോട്ടീൻ ക്രസ്റ്റ്. അതിനകത്തും 9 എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. അത് നമുക്ക് പഠിക്കേണ്ട വിഷയവും. അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോട്ടീൻ ക്രസ്റ്റിനകത്ത് 25 ഗ്രാമില് 8 ഗ്രാം പ്രോട്ടീൻ ഉള്ളത്. കണ്ടോ, നമുക്ക് ഭക്ഷണത്തിന് പകരം കഴിക്കാം. ഈ മസിൽസ്
എന്ത് ചെയ്യാൻ മിൽഡിയൻ താല്പര്യമൊക്കെ കഴിക്കാം, ജിമ്മിൽ പോകണമൊക്കെ കഴിക്കാൻ പ്രോട്ടീനാണ് പ്രോട്ടീൻ പ്ലസ് പറയുന്നത്. അത് ഒരു സൈഡ്. ഇനി നമുക്ക് വേറെ പ്രോട്ടീൻ ഉള്ളത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഷേപ്പ് ഷിഫ്റ്റ് കഴിക്കുന്ന സമയത്ത് കഴിക്കുന്നതാണ് ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ. ഇത് പ്രത്യേകത, ഇതിനകത്ത് എല്ലാ അമിനോ ആസിഡും എല്ലാം ഉണ്ട്. അപ്പോ അതിനകത്ത് പ്രത്യേകത, ഇത് മെയിനായിട്ട് വന്നേക്കുന്നത് അതിനകത്ത് സോയയെ കണ്ടെന്ന് കണ്ടാ. ഈ പല ആൾക്കാർക്കും അത് 12 ഗ്രാമിന് 8 ഗ്രാം 10 ഗ്രാം പ്രോട്ടീൻ എടുത്തുണ്ട്. പക്ഷെ പല ആൾക്കാർക്കും ഒരു 10 പേരെടുത്താല് 4 പേർക്കും ഉള്ളൊരു പ്രശ്നം പറഞ്ഞാൽ പൊതുവായിട്ട് അവർക്ക് ഈ ലാക്ടോസ് ഇൻടോളറന്റ് ആണ്. ചേർത്തം നമ്മുടെ ഡയറി സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ, പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ലാക്ടോസ് ഇൻടോളറന്റ്. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ വേറെ പറയുന്ന സോയ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്, സോയ അലർജിയുള്ള ആൾക്കാരുണ്ട്. ഇത് തൈറോയിഡുള്ള ആൾക്കാർക്ക് ഡോക്ടർ പൊതുവെ റെക്കമെൻഡ് ചെയ്യും സോയ പറ്റില്ല അവർക്ക്. പിന്നെ വേ പ്രോട്ടീൻ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്, അങ്ങനെ അലർജിയുള്ളവർക്ക്, ഇവർക്കും ഈ 3 കാറ്റഗറി ആൾക്കാർക്ക് അവർക്ക് വേണ്ടി മാത്രം കമ്പനി 4ാമത്തെ പ്രോട്ടീൻ ഇറക്കിയേക്കാണ്. അതാണ് പീ പ്രോട്ടീൻ. സമ്മതിക്കേണ്ടത് ഒരു കമ്പനി നമുക്ക് അത്രയും സപ്പോർട്ട് തരികയാണ്. ഇക്കാര്യം അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ പറ്റാത്ത ആൾക്കാർക്ക് അടുത്ത പ്രോട്ടീൻ നിൽക്കുക. അത് 2 ഡെലീഷ്യസ് ടേസ്റ്റിലാണ് വന്നേക്കുന്നത്, ചോക്ലേറ്റും വാനിലയും ഉണ്ടാ, 2 ടേസ്റ്റും ഉണ്ട്. ഇതാണ് ഇപ്പോൾ. ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും 9 എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, ഫുൾ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് പീ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ് മെയിൻ കണ്ടന്റ്. പിന്നെ MCT ഫാറ്റ് പൗഡർ ഉണ്ട്, FOS ഉണ്ട്, പെട്ടോ ഒലിഗോ സാക്കറൈഡ്സ് ഉണ്ട്, ബ്രൗൺ റൈസ് പ്രോട്ടീൻ ഉണ്ട്. ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നേക്കുക. ഇത് പഠിക്കേണ്ട വിഷയമുണ്ട്. അതിനകത്ത് നമുക്ക് ദഹനം എളുപ്പമാക്കുന്ന തരം FOS, അവിടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോട്ടീനും FOSിലുണ്ട്. എന്നിട്ട് MCT പാർട്ട്പെട്ടെന്ന് എഴുതി വെളിച്ചെണ്ണയുടെ ഒരു ഫാറ്റ് പൗഡർ എടുത്തന്നെ, വെളിച്ചെണ്ണ എടുത്ത് മീഡിയം ട്രൈഗ്ലിസൈഡ് അറിയിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട മീഡിയം ചെയിൻ ട്രൈഗ്ലിസൈഡ് MCT എന്ന സാധനം ഈ പീ പ്രോട്ടീന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇത് കുറെ കൂടി നമുക്ക് ശരീരത്തിനകത്ത് എന്താ പറയുക ആരോഗ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല അങ്ങനത്തെ ഒരു MCT ഫാറ്റ് പൗഡർ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് എനർജി സോഴ്സ് ആയിട്ടും നമ്മുടെ വർക്കൗട്ട്സിനെ കൂടി സഹായിക്കാനും ബ്രെയിൻ ഫംഗ്ഷൻ സഹായിക്കുന്ന ഒരു സംഖ്യയാണ് MCT ഫാറ്റ് പൗഡർ. ഇത് നമുക്ക് ഫാറ്റ് മെറ്റാബോളിസം, ശരീരത്തിന്റെ കൊഴുപ്പിനെ നല്ല രീതിയിൽ ഉപാപചയം ചെയ്തുകൊണ്ട് വണ്ണം കൂടാതിരിക്കാനും സഹായിക്കണ്ട. അപ്പൊ എനർജിയും മെയിൻ്റനൻസും വണ്ണം കൂടാതിരിക്കാനും ഈ MCT ഫാറ്റ് പൗഡർ സഹായിക്കുന്ന കാര്യം നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നു. മറ്റേതില്ലാത്ത FOS വരുന്നത് നമുക്ക് ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ആമാശയത്തിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ബാക്ടീരിയ കറക്റ്റായിട്ട് നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഘടകമാണ്. ബ്രൗൺ റൈസ് പൗഡറുണ്ട്. നമുക്കൊരു മറ്റു പ്രോട്ടീൻ ഇല്ലാത്തൊരു പ്രത്യേകതയാണ്, അമിനോ ആസിഡിന്റെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ശരീരത്തിന് മൊത്തത്തില് മസിൽ റിക്കവറി ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മസിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു പ്രോട്ടീനാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഇനി ഇതിന്റെ പൈനാപ്പിൾ എക്സ്ട്രാക്ട്, പ്രോബയോട്ടിക് ബ്ലെൻഡ്, ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട്, മൊറിഞ്ച ലീഫർ, മുരിങ്ങയിലയുടെ എക്സ്ട്രാക്ട് ആണ്, മുരിങ്ങയിലയുടെ സ്പൈറല പൗഡർ, പപ്പായ എക്സ്ട്രാക്ട്, ഇതെല്ലാം ഇതിന്റെ ഒരു ആഡഡ് ബെനിഫിറ്റ്സ് ആണ്. അതിനൊക്കെ ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇത് ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട് എടുത്ത് പറയാൻ കാരണം അതിന് omega-3 ഉണ്ട്, അത് ഹാർട്ട് ഹെൽത്തിന് സഹായിക്കുന്നു. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അങ്ങനെയും കുറെ ഗുണങ്ങൾ അഡീഷണൽ കിട്ടാം. അപ്പൊ ഈ പ്രോട്ടീൻ ഒരു സാധാരണ പ്രോട്ടീൻ അല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം. നമുക്ക് ഇറങ്ങിയിട്ട് 4 പ്രോട്ടീനും ഒന്നിനോടൊന്ന് മെച്ചമാണ്. അത് ഓരോരുത്തർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി റെക്കമെൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇതിനകത്ത് കണ്ടന്റ് ആണ് ലാക്ടോസ് ഡയറി ഫ്രീ ആണ്, സോയ് ഫ്രീ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ആണ്. പ്രൊവൈഡ്സ് 23 ഗ്രാം, ഒരു സ്കൂപ്പിനകത്ത് 23 ഗ്രാം കിട്ടുന്നു. ഇതിന്റെ വില വരുന്നത് MRP 3850, DP 2888, PV വരുന്നത് 53 PM. ഇതും ഒരു സ്കൂപ്പ് പീ പൗഡർ, നമുക്ക് പീ പ്രോട്ടീൻ പൗഡർ 300 ml വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് ശരിക്കും ഇളക്കി ഉപയോഗിക്കണം. ശരിക്കും ഡിസോൾവ് ചെയ്തിട്ട് അലിയിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വേണമെങ്കിൽ ഒരു ദിവസം കഴിക്കാം. ചോക്ലേറ്റും വാനില ടേസ്റ്റുമാണ് നല്ലത്. ഓക്കെ, വെരി ഗുഡ് പ്രൊഡക്റ്റ് അല്ലേ. നമുക്ക് താങ്ക്സ് പറയാം കമ്പനിയോട്. ഒരു 4ാമതൊരു പ്രോട്ടീൻ കൂടി ഇറക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കമ്പനിയോട് കാണിക്കുന്ന താല്പര്യം നമുക്ക് പറയേണ്ട കാര്യമുണ്ട്. ഇനി അടുത്ത് പ്രൊഡക്റ്റ് നമുക്ക് ശരീരത്തിനകത്ത് 100 ട്രില്യൺ ബാക്ടീരിയ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് വലിയൊരു സെഗ്മെന്റ് ആണ്. അപ്പൊ 70% ആൾക്കാർക്കും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം
കുടലിന്റെ പ്രശ്നം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ട് ഇപ്പോൾ. ഏകദേശം ആൾക്കാർക്ക് അറിയില്ല. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെയിൻ കാര്യം നിൽക്കുന്നത് കുടലാണെന്ന് അറിയില്ല. കുടല് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കുടൽ നന്നായാലും ഉടൽ നന്നാന്ന് പറയില്ല. അതിന് കാരണം ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ് ഇനി വരാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഈ 90% സെറോട്ടോണിൻ ഒരു ഹാപ്പിനെസ് ഹോർമോൺ ഉണ്ട്. ഇത് ഉണ്ടാകുന്നത് കുടലിലാണ്. കുടലിൽ സംരക്ഷിച്ചാൽ മാത്രമേ ആ ഹാപ്പിനെസ് എന്ന ഹോർമോൺ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് മൂഡ് ചേഞ്ചിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഉണ്ടാവും നല്ല നല്ല മൂഡ് നിലനിർത്താൻ ഈ പിന്നെ പറയാവുന്ന ഘടകങ്ങളുടെ ആവശ്യം. കുടൽ നന്നാക്കാൻ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഗട്ട് നന്നാക്കാൻ ആവശ്യമുള്ള, അല്ലെങ്കിൽ ആമാശം നന്നാക്കാൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഒന്ന് തിരിയാണ്. ഇനി അതാ ശ്രദ്ധിക്കേണ്ടത്. എന്താ ഗുഡ് വേഴ്സസ് ബാഡ് ബാക്ടീരിയ. നമ്മുടെ ശരീരത്തിനകത്ത് എപ്പോഴും ഹെൽത്തി ഗട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ റൈറ്റ് ബാലൻസ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് ബാക്ടീരിയ. നല്ലത് ചിത്തവേണ്ട ബാക്ടീരിയയുടെ കോമ്പിനേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ പ്രശ്നമാകും. ഈ ബാലൻസ് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹെൽത്ത് മൊത്തത്തിൽ ബാധിക്കാം. അങ്ങനെ നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമാകണ ചില വാണിംഗ് ആണ് തന്നേക്കുന്നത്. കോൺസ്റ്റന്റ് ബ്ലോട്ടിംഗ് ഓർ ഇൻഡൈജഷൻ. ദഹന പ്രക്രിയ തടസ്സപ്പെട്ട് എപ്പോഴും വയറ്റിലെപ്പോഴും വയറ് കാമ്പിക്കലും വയറാപ്പടെ ഭയങ്കര ഡിസ്റ്റർബൻസും, എപ്പോഴും വയറ് കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കുക, വയറുവേദന പ്രശ്നങ്ങളും. പിന്നെ ലോ എനർജി, എപ്പോഴും ക്ഷീണവും തടസ്സം തന്നെ, എന്താണെന്നറിയില്ല, ഒരു ഇത് കണ്ടല്ല. ദെൻ ഫ്രീക്വന്റ് കോൾസ് ആൻഡ് ഇൻഫെക്ഷൻസ്, എപ്പോഴും ചുമയും ജലദോഷമൊക്കെ വന്നുകൊണ്ടിരിക്കും, പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കും. സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിരിക്കും കേട്ടോ, എപ്പോഴും മുഖത്ത് മോക്കൂര് വരും. അപ്പൊ നമുക്കത് ഭയങ്കര ബാധിക്കും. നമ്മളെ ഒരു കാര്യം വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ബ്രെയിൻ ഫോഗ്, ആങ്സൈറ്റി ആൻഡ് ലോ മൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആപ്പടെ ഒരു തലക്കൊക്കെ ഒരു മന്ദിപ്പ് പോലെ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എപ്പോഴും ടെൻഷനും ഒരു ഹാപ്പിനും, എപ്പോഴും എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കും. അങ്ങനത്തെ ആൾക്കാരെ ശ്രദ്ധിക്കുക. അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് അത്. ബാക്കി എന്തിനേക്കാളും മുൻഗണന കൊടുക്കുന്ന പ്രൊഡക്റ്റ് അത്. അതിന് പ്രോബയോട്ടിക് 50 ബില്യൺ CFU. ഇത് കോളനി ഫോമിംഗ് യൂണിറ്റ് ആണ് CFU എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് നേരത്തെ പറഞ്ഞ 100 ട്രില്യൺ ബാക്ടീരിയ നമ്മുടെ ഉടലിനകത്തുള്ളത്. അതിനകത്ത് ഇത് നല്ല ബാക്ടീരിയയാണ്. നമുക്ക് ഇതിനു വേണ്ടി മാത്രം ആ ഒരു ക്യാപ്സൂൾ ഫോമിൽ തരികയാണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ബാക്ടീരിയ ലെവൽ കൂട്ടിയെടുത്ത് ശരീരത്തിലുണ്ടായിരുന്ന നേരത്തെ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ വരാൻ കാരണം മോശം ബാക്ടീരിയ കൂടിയതും ഡാമേജ് വന്നു. ആ ഡാമേജിനെ പരിഹരിക്കാനുള്ള പ്രൊഡക്റ്റാണ് ഈ പ്രോബയോട്ടിക് 50 ബില്യൺ CFU ക്യാപ്സൂൾ. ഞാൻ ഇറങ്ങിയ അന്ന് തൊട്ട് ഞാനിത് കഴിച്ചു തുടങ്ങി. എനിക്ക് നല്ല വ്യത്യാസം അതിനുശേഷം കിട്ടിയിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ഓൺ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വേറെ ആൾ പറയുമ്പോൾ നമ്മൾ തന്നെ കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് റീസോഴ്സ് ഗട്ട് ബാലൻസ്, നമ്മുടെ കുടലിന്റെ ബാലൻസ് കറക്റ്റാക്കി തരുന്ന പ്രൊഡക്റ്റാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അതിനാവശ്യമുള്ള നല്ല ബാക്ടീരിയ കിട്ടുന്നുണ്ട്. നമുക്കൊരു കുടലിന്റെ അതിനകത്തൊരു എൻവയോൺമെന്റ് ചുറ്റുപാട് സൃഷ്ടിക്കപ്പെടും കുടലിനകത്ത്. പിന്നെ സപ്പോർട്ട്സ് ഡൈജസ്റ്റീവ് കംഫർട്ട്, നമുക്ക് ദഹനം കറക്റ്റായി തരും. എപ്പോഴും ഗ്യാസ് ഫോർമേഷൻ വരിക, വയർ ഭയങ്കര കാമ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ ബ്രേക്ക് ആവും. ആ പ്രശ്നം മാറി കിട്ടും. സ്ട്രെങ്തൻസ് ഇമ്മ്യൂണിറ്റി, നമ്മൾ പ്രതിരോധശക്തി കൂടുന്നുണ്ട്, അസുഖങ്ങൾ പുറകെ വരില്ല. ഉണ്ടാവും. ഇംപ്രൂവ് ന്യൂട്രിയൻ അബ്സോർപ്ഷൻ, ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആ ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ഊർജ്ജം ഉണ്ടാക്കാനും ശരീരത്തിന് ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ശരീരത്തിന് സാധിക്കാതെ വരുമ്പോഴാണ് ശരീരത്തിൽ വണ്ണം കൂടുന്നത്. ഉണ്ടാവും. വണ്ണം കൂടാതിരിക്കാൻ ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ വണ്ണം കൂടുന്ന പ്രക്രിയകൾ ആൾക്കാർക്ക് ശരീരത്തിൽ പ്രോപ്പറായിട്ട് ആ ന്യൂട്രീഷൻ ഉപയോഗിക്കാനും കഴിക്കുന്ന ഫാറ്റിനെയും പ്രോട്ടീനും എല്ലാം വിറ്റമിൻസിനൊക്കെ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. ഈ അണുക്കളുടെ പ്രത്യേകം ഉണ്ടാകും. ദെൻ പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് സിനർജി. ഇപ്പൊ നറീഷിങ് അത് അങ്ങനത്തെ ഫുഡ് കഴിക്കുന്നുണ്ട് നമുക്ക് ശരീരത്തിന്റെ ഈ പ്രോബയോട്ടിക്സിന് സപ്പോർട്ടായിട്ട് മാറുക. പ്രോബയോട്ടിക്സിന് ആക്ച്വലി അണുക്കളാണ്. പ്രീബയോട്ടിക്സ് അതിന് സാഹചര്യം ഉണ്ടാക്കുന്നതാണ് പ്രീബയോട്ടിക്സ് എന്ന്. അപ്പൊ അങ്ങനെ ആ ഫോർമുല എഫക്റ്റീവ് വരുന്നതോടെ നമുക്ക് എപ്പോഴും ആരോഗ്യത്തിൽ ജീവിക്കാൻ പറ്റും. ഹെൽപ്സ് റെഡ്യൂസ് ഗട്ട് സെൻസിറ്റീവ്നെസ്. എന്ത് സാധനം കഴിച്ചും അലർജികളാക്കാറുണ്ട്, എന്ത് സാധനം കഴിച്ചാൽ അപ്പം തന്നെ വൊമിറ്റ് ചെയ്യുന്നതാക്കാറുണ്ട്. ആ സെൻസിറ്റീവ് മാറി അവിടെ ഇൻഡസ്ട്രിയിലെ ലൈനിങ്സ് ഉണ്ട്, എന്നൊരു കോട്ടിങ് ഉണ്ട്, ആ കോട്ടിങ് ഉണ്ടാക്കി തരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ടാകാൻ സംരക്ഷിക്കുന്ന കൊടുക്കുന്നത്. ഇതാണ് ഈ പ്രൊഡക്റ്റ്. ഒരു ടാബ്ലറ്റ് 2 നേരം വേണം കഴിക്കാം, അല്ലെങ്കിൽ 1 നേരം കഴിച്ചാലും മതി. ഇത് ധാരാളം മതി നമുക്ക് നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ. ഒരു വലിയ പ്രശ്നം ആരോഗ്യ ക്യാപ്സൂൾ ഉണ്ട്. 1 നേരം കഴിച്ചാൽ നമുക്ക് 6 ദിവസമൊക്കെ ഉണ്ട്. 2 നേരം ഇപ്പൊ വളരെയധികം കൂടുതലാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 1 മാസം ആണെങ്കിൽ 2 നേരം കഴിക്കാം. എന്നും കഴിക്കട്ടോ. അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്, നാച്ചുറൽ പ്രൊഡക്റ്റാണ്. 1900 MRP, DP 1950, PV 36 PV. ഓക്കെ, എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് കമ്പനി യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ അറിവാണ് ഈ കമ്പനി തരുന്നത്. അടുത്തത് ഹിമാലയൻ ശിലാജിത്ത് ഗോൾഡ് വിത്ത് കേസർ. ഇതൊരു പവർ, പ്യൂരിറ്റി ആൻഡ് എൻഡുറൻസ്. ശരിക്കും നമുക്ക് നല്ല സ്റ്റാമിന തരുന്ന, നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും
ശരീരത്തിന് ഒരു എനർജി തരുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് 10-50 ദിവസം കഴിയുമ്പോൾ എനർജി ലെവൽ വളരെ ലോ ആയിരിക്കും. അങ്ങനത്തെ ആൾക്ക് ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ബസ് ഇത് എല്ലാ പ്രൊഡക്റ്റും നമുക്ക് 18 വയസ്സിനുള്ള ആൾക്ക് ഉപയോഗിക്കാം. ഇദ്ദേഹം പറയുന്ന ഹിമാലയൻ ശിലാജിത്ത് ഗോൾഡ് വിത്ത് ഓൾറെഡി നമുക്ക് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ശിലാജിത്തുമുണ്ട്. അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ് വെർഷൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇന്നത്തെ മെയിൻ കണ്ടന്റ് ശിലാജിത്ത്, കേസർ, സുവർണ. ഇത് ലേഡീസിനും ജെന്റ്സിനും ഒരേപോലെ അവിടെ ഹെൽത്ത് മറ്റേ സെക്സ്വൽ ലെവലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഇപ്പോഴത്തെ മാറിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാ കാര്യത്തിലുള്ള സെക്ഷൽ പ്രശ്നങ്ങളും ശരീരത്തിൽ എന്ന അസ്വസ്ഥതകൾക്ക് എല്ലാം മാറ്റിയെടുക്കാനും സഹായിക്കുന്ന പ്രൊഡക്റ്റ് ശിലാജിത്ത് മാറിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് കറക്റ്റാക്കി തരുന്നു. ദെൻ ബൂസ്റ്റ് റീബിലിറ്റൈസിങ് സെല്ലുകൾ നമ്മുടെ എനർജിയിൽ കൂടുന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് പോഷകങ്ങളെ കൃത്യമായിട്ട് വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുന്നു. നമുക്ക് ആകെ തളച്ച ക്ഷീണനാക്കുക മാറി നല്ലൊരു ഹാപ്പിനെസ്സും എനർജി ആയിട്ട് മാറുന്നു. പിന്നെ കേസാർ ഉള്ളത് കൊണ്ട് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണത്. കേസാർ നമ്മുടെ കുങ്കുമപ്പൂവാണ്. അത് നമ്മുടെ വൈറ്റാലിറ്റി കൂട്ടിത്തരുന്നു. നമ്മുടെ മൂഡ് നല്ല നല്ല ലെവലിൽ ചേഞ്ച് ചെയ്യുന്നു. ഫിസിക്കൽ സ്റ്റാമിന കൂട്ടിത്തരുന്നു. അതിന് കേസാർ ചെയ്യുന്നു. പിന്നെ സുവർണ ഗോൾഡ് ഭസ്മം, തങ്കഭസ്മം എന്ന് പറയും. സ്ട്രെങ്തൻസ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധശക്തി കൂട്ടുന്നു. നമുക്ക് ദീർഘനേരം എനർജി നിലനിർത്തുന്നു. ഹെൽപ്സ് ഇൻ മെന്റൽ ക്ലാരിറ്റി ആൻഡ് സ്ട്രെങ്ത്, നമ്മുടെ മെന്റൽ ക്ലാരിറ്റിയും സ്ട്രെങ്ത്തും ഉണ്ടാക്കി തരുന്നു. ഓൾ ഇൻഗ്രീഡിയൻസ് ബ്ലെൻഡ് വർക്ക് സിനർജിക്കലി ടു സപ്പോർട്ട് ലോങ് ടൈം വിഗർ, വൈറ്റാലിറ്റി ആൻഡ് റിജുവിനേഷൻ. നമുക്ക് എപ്പോഴും ശരീരത്തിന് നല്ല എനർജി ലെവലിൽ കാത്തുരക്ഷിക്കാൻ ഈ പ്രൊഡക്ട്സ് സഹായിക്കുന്നുണ്ട്. ഇത് വരുന്നത് ആ സ്പൂൺ കണ്ട ചെറിയ സ്പൂണാണ്. അത്രയും കോടി 20 ഗ്രാമിന്റെ ഒരു ബോട്ടിലാണ്. അത് വരുന്ന 1750 MRP. DP വരുന്നത് 1313. പോയിന്റ് വാല്യൂ വരുന്നത് 24 പോയിന്റ് വാല്യൂ ആണ്. ഒരു സ്മോൾ പീസ് ഉണ്ട്, ചെറിയ ആ സ്പൂണിന് അത്രയും ചെറിയൊരു എടുത്താൽ മതി. അത് നമുക്ക് നേരെ വായിലേക്ക് ഒഴിച്ച് കഴിക്കാം. അത് വേണമെങ്കിൽ വയലേക്ക് ഒഴിച്ചാൽ വേണമെങ്കിൽ അത് ഒരു 100 ml പാലിനകത്ത് ചെറിയ ചൂടുള്ള പാലിനകത്ത് കലക്കണമെങ്കിൽ പെട്ടെന്ന് ഇളകിക്കോളും. ശരിക്കും ഇളക്കിയിട്ട് അത് കഴിക്കാം. ഡെയിലി കഴിച്ചുകൊണ്ട് അതിന്റെ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. സിമ്പിൾ പ്രൊഡക്റ്റ് ആണ്. ദെൻ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് നമ്മുടെ BP കുറിച്ചാണ്. BP കുറിച്ച് അറിഞ്ഞിരിക്കണം. നമുക്ക് ഇന്ത്യയിൽ 27% ഹാർട്ട് ഡിസീസ് വരാനുള്ള കാരണം 24% കൊറോണറി ഡിസീസ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, നരവ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം BP ആണെന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. മേജർ കേസ് റിമൈനിങ് അൺചെക്ഡ്. നമുക്കറിയില്ല 50% ആൾക്കാർക്കും BP അവർക്ക് BP പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. ഈ BP ബാധിക്കുന്നത് കിഡ്നിയുടെ ഫംഗ്ഷനെ പെട്ടെന്ന് ബാധിക്കും. ഹാർട്ടിന് അറ്റാക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് കാരണമാകും. സ്ട്രോക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് കാരണമാകും. ഈ 3 കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നമ്മള് ഒരു 40 വയസ്സുണ്ട്, ഇപ്പൊ 25 വയസ്സൊക്കെ തൊട്ട് ആൾക്കാർക്ക് BP ആയി തുടങ്ങിയിട്ടുണ്ട്. ആ BP ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണത്. അപ്പോ നമുക്ക് ഒരു 3 പേരിൽ ഒരാൾക്ക് ഇത് സഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് പഠിക്കേണ്ട ലെസനാണ്. 3 പേർക്ക് ഒരാൾക്ക് 50% ആൾക്കാർ ഇപ്പോഴും ഡയഗ്നോസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. കുറച്ച് പേര് മാത്രം നോക്കുന്നുള്ളൂ. ഇതൊരു BP വരുന്നത് 140/90 വരാൻ പാടുള്ളൂ. ലോവർ ലെവലും അപ്പർ ലെവലും ഇത് കൂടി കഴിഞ്ഞ പ്രശ്നമാണ്. ഇപ്പൊ 30 വയസ്സ് കണ്ടാ തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 45 ആൾക്കാരും BP ഉണ്ട്. BP ബാലൻസ് സിറപ്പ്, സ്റ്റഡി പ്രഷർ, സ്ട്രോങ് ഹാർട്ട് കണ്ടാ ഹാർട്ടിനെ സംരക്ഷിക്കുന്നത്. ഇതിനകത്തുള്ള മെയിൻ കണ്ടന്റ് അർജുന, അതിന്റെ നീറും മരുന്നൊക്കെ മലയാളത്തിൽ പറയും. അർജുന. ഹരിദ്ര എന്ന് പറഞ്ഞാല് മഞ്ഞളാണ്. പിന്നെ ഹരിതാക്കി എന്ന് പറയുന്നത് കടുക്കയാണ്. പിന്നെ അടുത്തുള്ള സൗൺഫ് എന്ന് പറഞ്ഞു, അത് നമുക്ക് പെരിഞ്ചീരകമാണ്. പിന്നെ അക്ഷിക്ക് ഫല, അത് അങ്ങനെ കൊടുത്താണ്. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന നാച്ചുറൽ കാണുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ അതിനകത്ത് ആടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നീർമരുന്നും മഞ്ഞളും കടുക്കയും പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ മതി. അത്രയും നല്ല ചേരുവ ചേർത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണത്. 1800 MRP വരുന്നത്. DP വരുന്നത് 1350 രൂപ. 25 PV വരുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ 30 ml 2 നേരം കഴിക്കുക. ഇത് നമുക്ക് ഇപ്പോ ഡോക്ടർ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ ഇത് കഴിച്ചു തുടങ്ങിയുള്ളൂ. BP ലെവല് കുറവാണെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ട് ആ BPയുടെ മരുന്നുകൾ കുറയ്ക്കാൻ സാധിക്കും പതുക്കെ. ഡോക്ടർ ചോദിച്ചിട്ടുമാണ് ചെയ്യാൻ പാടില്ല. ധാരാളം വെള്ളം കുടിക്കണം, അതാണ് ആദ്യം പറയാനുള്ളത്. അടുത്തൊരു പ്രൊഡക്റ്റ് നമുക്ക് സ്കിന്നിന് വേണ്ടിയുള്ള ഒരു അപ്പിയറൻസ് കൂടാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഗ്ലോ ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സിറപ്പ് വിത്ത് കേസർ, ശ്വേതചന്ദന, കന്യാസര, ഹരിദ്ര, ശ്വേത,
അല്ല സേത സരിവ എസ് ടി ഇത് LT മധുരം പറയില്ലേ, ഹരിതാക്കി എല്ലാം നമ്മൾ സാധാരണ കാണുന്ന ഹെർബ്സ് എന്നുള്ള പ്രൊഡക്റ്റാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിതിൻ. ഇത് KSR നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നിലനിർത്താൻ സാധിക്കുന്നു. ശ്വേതചന്ദന വെള്ളച്ചന്ദനമില്ല, അത് സ്കിന്ന് നല്ല സ്മൂത്താക്കി അതിന് ഇറിറ്റേഷൻ ഉണ്ടാകാൻ സംഭവിക്കുന്നു. കന്യാസര ഹൈഡ്രേറ്റ്, വെള്ളത്തിന് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആ മൃദുവായിട്ട് ഹൈഡ്രേഷൻ ഉണ്ടാക്കി തരുന്നു. ഹരിദ്ര, ശ്വേതസരിത, എസ് മധു, LT മധുരം, പിന്നെ ഹരിതാക്കി നേരത്തെ പറഞ്ഞു, മഞ്ചിഷ്ട, അശ്വതി, പേരൊക്കെ പഠിക്കേണ്ടത് എല്ലാ ഹെർബ്സാണ്. ഈ ഹെർബ്സ് ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയാണ് കൊടുക്കാറ്. അത് നമുക്ക് വരുന്ന 1850 MRP വരുന്നത്, DP വരുന്ന 1358 രൂപ, പോയിന്റ് വാല്യൂ വരുന്നത് 25 PV. ഇതും ഒരു 2 ടേബിൾ സ്പൂൺ 2 നേരം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നമ്മൾ ശീലമാക്കി മാറ്റണം. അതായത് നമ്മൾ ശരീരത്തിന് പ്രോപ്പറായിട്ട് കിഡ്നി ഫങ്ഷൻ ചെയ്യാൻ, ലിവർ ഫങ്ഷൻ ചെയ്യാൻ ഏറ്റവും ആവശ്യം കുടിക്കുന്ന വെള്ളം നല്ലതാക്കുക. അപ്പൊ കുടിക്കുന്ന വെള്ളം ശ്രദ്ധിക്കണം. നമ്മൾ പുറത്തു വരുന്ന വെള്ളത്തിന് പകരം നമ്മളെ ആൽക്കലൈൻ പിക്ചർ ഒരു ഒരു മെഷീൻ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. കറണ്ട് പ്രവർത്തിക്കാത്ത മെഷീനാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു 1 മേളില് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം അതിന് മേളില് വെള്ളം തണുത്ത ശേഷം അത് ഒഴിച്ചാല് ആ വെള്ളത്തിന് മുഴുവൻ അരിച്ച് ആ അരിക്കൽ പ്രക്രിയയില് അത് കറക്റ്റായിട്ട് ആൽക്കലൈൻ വെള്ളമാക്കി തരും. ഒരു സമയത്ത് നമുക്ക് 1.8 ലിറ്റർ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ എൻ്റെ വീട്ടില് കഴിഞ്ഞ 2 വർഷമായിട്ട് ആ വെള്ളം ഉപയോഗിക്കുന്നു. അപ്പൊ അത്രയും വെള്ളം ആൽക്കലൈൻ ആക്കി തരുന്ന ഉൽപ്പന്നം നമുക്കുണ്ട്. ആ വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക പരമാവധി. പുറത്ത് വെള്ളം കുടിച്ചാൽ മിക്കവരും അത് അസിഡിക് വെള്ളമായിരിക്കും, കുപ്പിയിലെ വെള്ളമൊക്കെ. ദെൻ അടുത്തൊരു പ്രൊഡക്റ്റാണ് ശരീരത്തിന്റെ മെറ്റാബോളിസം കറക്റ്റാക്കി തരുന്ന പ്രൊഡക്റ്റ്. ഇത് മെറ്റാബോളിസം പറയാൻ കാരണം ഉപാപചയ പ്രവർത്തനങ്ങളാണ്. നമ്മള് 10% ആൾക്കാർക്ക് 30 കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വയറ് പ്രശ്നമുണ്ട്. 80% ഓഫ് കലോറി ബേൺ ഹാപ്പൻസ് അറ്റ് റെസ്റ്റ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഈ കലോറി ബേൺ ചെയ്യുന്നത്. 80% ഓഫ് ഇന്ത്യൻസ് ആർ ഇനാക്റ്റീവ്. കൂടുതൽ ആൾക്കാർ അധികം ജോലി നിൽക്കാതെ വ്യായാമം ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ഇത് മര്യാദക്ക് ഉറങ്ങാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ, ഇൻസുലിൻ സെൻസിറ്റീവ്സ്, അങ്ങനെ 30% ആൾക്കാരുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാകുന്ന ആൾക്കാരുണ്ട്. അവരുടെയും മെറ്റാബോളിസം 10% കുറവായിരിക്കും. അങ്ങനെ മൊത്തത്തില് ശരീരത്തിന്റെ ഇന്ത്യൻ കണ്ടീഷനകത്ത് എല്ലാവരും 60% ഓഫ് ഇന്ത്യൻസ് ആർ ഡീഹൈഡ്രേഷൻ ആൾക്കാരാണ്. മെറ്റാബോളിക് ബൂസ്റ്റ് വന്നേക്കുന്നത് ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ. നാച്ചുറൽ ആയിട്ടുള്ള മെറ്റാബോളിസം ഉണ്ടാവും. സിറപ്പ് വിത്ത് അമല, നെല്ലിക്കേണ്ടതാണ്. ചാക്ക് നിങ്ങൾക്കറിയാം എന്താണ് ചാക്ക് എന്ന് പറഞ്ഞാല്? കറുകപ്പെട്ട അല്ലേ? ചാക്ക്. കൊക്കും എന്ന് പറഞ്ഞാല് ഉടമ്പുളിയാണ്. കണ്ടോ? അങ്ങനത്തെ അശ്വഗന്ധ. കട്ടൂക്കി എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ പിത്തം, കഫം, കരരോഗം മാറ്റുന്ന, ചർമ്മരോഗങ്ങൾ മാറ്റിത്തരും, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മാറ്റിത്തരും, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റിക്കും, രക്തസ്രവം, മൂക്കിലേക്ക് രക്തം ശ്രവിക്കുന്ന ആൾക്കാര്, സമയത്ത് അമിതമായ വെളുത്ത പോകുന്ന ആൾക്കാർക്ക്, അവർക്ക് എല്ലാവർക്കും ഒരു സൊല്യൂഷനാണ് ഈ പ്രൊഡക്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. കണ്ടോ? മെറ്റാബോളിക് ബൂസ്റ്റ്. ഇതിനകത്തും നേരത്തെ അമല, ചുവാക്ക്, കൊക്കും, അശ്വഗന്ധ, കടുക്കി, അതൊക്കെ എങ്ങനെ സഹായിക്കുന്ന രീതിയിലുണ്ട്. അപ്പോ ഇത് നമ്മൾക്ക് മെറ്റാബോളിസം കറക്റ്റാക്കി തരുന്നു, വെയിറ്റ് കുറയ്ക്കുന്നു, ഷുഗർ ലെവൽ കൺട്രോൾ ആക്കി തരുന്നു, വയറ് കിടന്ന് ഇനി കത്തുന്നൊരു അസുഖമുണ്ട്, ആ ബേണിംഗ് എന്ന് പറയും, അത് മാറിത്തരുന്നു, സെൻസേഷൻ മാറിത്തരുന്നു, ശരീരത്തിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനെ മാറ്റിത്തരുന്നു, അപ്പൊ എനർജി ലെവൽ കൂട്ടിത്തരുന്നു. കണ്ടോ? നമ്മുടെ ദഹന പ്രക്രിയ പ്രോപ്പറാക്കി തരുന്നു, ശരീരത്തിന് ടോക്സിൻ പുറത്തു കളയുന്നു, ഫാറ്റിനെ പ്രോപ്പറായിട്ട് പ്രോസസ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഫാറ്റ് പ്രോസസ് ആയില്ലെങ്കിലാണ് വണ്ണം കൂടുന്നത്. അപ്പൊ അത് സഹായിക്കുന്നു. നമുക്ക് ബ്ലോട്ടിങ് കുറയ്ക്കുന്നു, അതായത് നമുക്ക് വയറ് കാമ്പിക്കൽ എന്ന് പറയില്ല, അത് മാറുന്നു. ശരീരത്തിന് ഫ്രൂട്ട്സിനെ അത് ബാലൻസ് ചെയ്യുന്നു. ശരീരത്തിന് ഡീടോക്സ് ചെയ്യുന്ന കാര്യമാണ് പുനർനവം ചെയ്യുന്നത്. ഇനി ചെയ്യുന്നത് ഇനി ഹെൽപ്സ് ഇംപ്രൂവ് ഡൈജഷൻ, ദഹന പ്രക്രിയ കറക്റ്റാക്കി തരുന്നു. നമുക്ക് കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ, കാര്യങ്ങളെ ശരീരം പിടിക്കാൻ, ഓരോ കാര്യം സ്വീകരിക്കാനുള്ള കാര്യം ശരിയാക്കി തരുന്നു. നമ്മുടെ കുടലിന്റെ ബാലൻസിങ്, ഹെൽത്ത് ശരിയാക്കി തരുന്നു. സോ അങ്ങനെ ഇറങ്ങിയുള്ള പ്രൊഡക്റ്റാണ് മെറ്റാബോളിക് ബൂസ്റ്റ്. ഇത് 2 ടീസ്പൂൺ 2 നേരം കഴിക്കണം. ഇത് നമുക്ക് വെള്ളമായിട്ട് ഡയലൂട്ട് ചെയ്ത് കഴിക്കണ ഏറ്റവും നല്ലത്. 30 ml എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കലക്കി കുടിക്കുക, ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ വില MRP വരുന്നത് 1750 DP വരുന്നത് 1313 PV വരുന്നത് 24 PM. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. ഇത് ലിവർ സംരക്ഷിക്കാൻ കൊടുക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന എനിക്കൊണ്ടൊരു 40% ആൾക്കാർക്കും ഫാറ്റ് ലിവർ ഉണ്ട്. അതിന് കാരണം വെച്ചാല്
നമുക്ക് ശരീരത്തിന് ബ്ലഡ് ഡീറ്റോക്സിഫൈ ചെയ്യുന്ന ബ്ലഡ് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ലിവറാണ്. അതിനകത്ത് ബൈൽസ് ഉണ്ടാക്കുന്നതും ലിവറാണ്. ശരീരത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബൈൽസ്. നമുക്ക് ന്യൂട്രിയൻസിനെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നതും അതിനെ കറക്റ്റായിട്ട് ഉണ്ടാക്കി തിരിച്ച് തരുന്നതും ലിവറാണ്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ലിവറാണ്. അപ്പൊ ലിവർ അത്ര ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്നത് ലിവറിനകത്ത് ശരീരത്തിന് ഒരേ ഒരു അവയവം നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട അവയവം തന്നെ ഉണ്ടാകുന്ന അവയവം ലിവർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഇതില്ല. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫാറ്റ് ലിവർ, 1/3 ഫാറ്റ് ലിവർ ഉണ്ട് ഉണ്ടോ? ഇത് ഫാറ്റ് ലിവറിനകത്ത് നമ്മൾ ഇന്ത്യ ഈസ് എമോങ് ദ ടോപ്പ് 3 കൺട്രീസ്. ലോകത്തിലെ 3 രാജ്യങ്ങളൊന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. 2 ലക്ഷം ആൾക്കാർ ഒരു വർഷം മരണമടയുന്നുണ്ട് ഫാറ്റ് ലിവറോടെ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് 90% ഓഫ് ലിവർ ഡാമേജ് ഒരു സിംറ്റം കാണിക്കില്ല. മാക്സിമം സ്റ്റേജ് മാറിയുള്ളൂ. ഫാറ്റ് ലിവർ ഒരു കോമൺ ആയിട്ട് മാറി. മദ്യപിക്കാത്ത ആൾക്കാർക്കും ഫാറ്റ് ലിവർ എന്നുണ്ട്. അപ്പൊ ലിവർ ഡിസീസ് ഇന്ത്യയിലെ 10ാമത്തെ പ്രധാനപ്പെട്ട മരണകാരണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന 10ാമത്തെ കാരണമായിട്ട് ലിവർ ഡിസീസ് മാറിക്കഴിഞ്ഞു. എപ്പോഴും നമുക്ക് അമിതമായിട്ടുള്ള പെയിൻ കില്ലർ, വേദന കുറയ്ക്കാൻ വേണ്ടി പെയിൻ കില്ലർ ഉപയോഗിക്കുന്നതും ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതും മദ്യപിക്കുന്നതും അങ്ങനത്തെ എല്ലാവർക്കും ഇങ്ങനത്തെ അസുഖം വരാനുള്ള കൂടുതലാണ്. നമുക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അവർക്ക് അതിന്റെ പ്രത്യേക ലക്ഷണങ്ങൾക്ക് ആദ്യമേ ഈ ഫാറ്റ് ലിവറിന്റെ ലക്ഷണം കാണിച്ചു തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ടെൻഷനും ആമാശയത്തിന്റെ ആരോഗ്യക്കുറവും ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നുണ്ട്. സോ അങ്ങനത്തെയുള്ള പോർ ലിവർ ഹെൽത്തിന്റെ ലക്ഷണങ്ങൾ ജസ്റ്റ് താഴെ പറയുന്നു. അപ്പൊ എപ്പോഴും ദഹനം വളരെ കുറവായിരിക്കും. എപ്പോഴും വയറിന് കാമ്പിക്കല്, ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ല, എപ്പോഴും തളർച്ചയും എനർജി ഇല്ലാത്ത. പിന്നെ ശരീരത്തിലെ ഇഷ്ടമായ ടോക്സിൻസ് അടിയുന്നു. കൊഴുപ്പ് എപ്പോഴും നോക്കി ചിക്കൻ കൊഴുപ്പ് വളരെ കൂടുതലാണ്. അവിടെ മെറ്റാബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ, പ്രതിരോധ ശക്തി എപ്പോഴും പുറകെ അസുഖം വന്നുകൊണ്ടിരിക്കുക. സ്കിന്നാണെങ്കിൽ എപ്പോഴും നോക്കൂര് വരുന്നുണ്ട്, ഇച്ചിനെസ് ഒക്കെ വരുന്നുണ്ട്. മൂത്രത്തിന് നല്ല കടുത്ത നിറം. മലബന്ധം പോകുമ്പോൾ അതിന് വളരെ സ്റ്റൂൾ വളരെ 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 വല്ലാത്ത കളർ, വളരെ പെയിൽ കളർ നിൽക്കുന്നു. വളരെ ഒരു വെള്ള കളറിലേക്ക് കൂടുതൽ വെള്ള നിറത്തിൽ വരുന്നു. മഞ്ഞ, നല്ല നിറത്തിൽ മഞ്ഞ വരുന്നില്ല. അത് നമുക്കൊരു ലക്ഷണമാണത്. പിന്നെ വായിക്ക് ബാഡ് സ്മെല്ല് കൂടുന്നു, ബാഡ് ബ്രത്ത്. ബോഡി ഓർഡർ, വയർപ്പൊക്കെ ഭയങ്കര സ്മെല്ല് ഉണ്ടാവുന്നു. ഇതൊക്കെ നമുക്ക് ലിവറിന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളാണ്. യെല്ലോയിഷ് സ്കിൻ ഓർ ഐ, കണ്ണുകൾക്ക് മഞ്ഞപ്പ് വരുന്നു, സ്കിന്നൊക്കെ ഒരു വളർച്ച വരുന്നു. പിന്നെ ഹോർമോൺ ഇംബാലൻസ് ആരംഭിക്കുന്നു. ഇതൊക്കെ ലിവറിന്റെ കംപ്ലൈന്റ് ആയ ലക്ഷണങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ സിറപ്പ് വിറ്റാ ലിവർ വന്നേക്കുന്നത്. ഇത് ഭൃംഗരാജ, രക്തപൂർണവ ഇതൊക്കെ അടങ്ങിയ പ്രൊഡക്റ്റാണ്. കൽമേക, കട്ടൂക്ക, രുചിത, ഗുഡുച്ചി. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ലിവറിനെ ആ ഫംഗ്ഷനെ സഹായിക്കുന്ന, റിജ്യൂനേറ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ഉൽപ്പന്നമാണത്. ഇതിനകത്ത് കടുക്കൻ, രക്തപൂർണ്ണതയും നമുക്ക് ടോക്സിനെ പുറത്തു കളയും. ടോക്സിൻ പോകുമ്പോൾ തന്നെ ലിവർ ബെറ്ററായി തുടങ്ങും. അപ്പൊ നമുക്ക് ലിവറിന്റെ കളർ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. ആ കളർ മാറി പതുക്കെ കളർ മാറി ഒരു മഞ്ഞയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ലിവർ സിറോസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരാതെ ലിവറിന് ആദ്യമേ തന്നെ, ഈ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ഇതിന് ആദ്യമേ തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഗംഭീര പ്രൊഡക്റ്റാണിത്. അപ്പൊ നമുക്ക് ഓക്സിജൻ സ്ട്രെസ്സിനെ കുറയ്ക്കാനും ഫ്ലൂയിഡ് ബാലൻസ് കറക്റ്റാക്കി തരാനും, നമ്മുടെ മെറ്റാബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ ബൂസ്റ്റ് ചെയ്യാനും, നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും, ലിവറിന്റെ സ്കിന്നിന്റെയും ഹെൽത്ത് നന്നാക്കാനും അതിനുവേണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫിറ്റ് ലൈഫിനകത്ത് ഇറങ്ങിയിട്ടുള്ള വിറ്റാ ലിവർ സിറപ്പ്. ഇത് 2 ടീസ്പൂൺ 10 ml 2 നേരം കഴിക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കാം. ഇത് ആയുർവേദ ഇതാണ്. നമുക്ക് ആയുർവേദം കുടിക്കണം, കഴിക്കാം. MRP വരുന്നത് 650 രൂപയാണ്. DP വരുന്നത് 488 രൂപയാണ്. പോയിന്റ് വാല്യൂ വരുന്നത് 9 പോയിന്റ് വാല്യൂ. ഓക്കെ, നമുക്ക് അടുത്ത പൊട്ടിലേക്ക് പ്രവേശിക്കാം. ഇത് ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ ആവശ്യമുള്ള പ്രശ്നമാണ്. നമുക്ക് പറയേണ്ട ആവശ്യമില്ല. 30% ഇന്ത്യക്കാരും ഏറ്റവും കൂടുതൽ ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസീസ് ഉള്ള ആൾക്കാരാണ്. അറിഞ്ഞോ അറിയാതെ ഇപ്പൊ ശ്വാസം മുട്ട്, അലർജി, ഇങ്ങനെ വീസിങ് പറയില്ലേ, അങ്ങനെ പറയില്ലേ, ഇങ്ങനെ കഫക്കെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക, നെഞ്ച് അസുഖം ഉണ്ടാക്കി, ശ്വസിക്കാൻ എപ്പോഴും മൂക്കില് ഇങ്ങനെ മറച്ചു നടക്കുക. അപ്പോ
എയർ പൊല്യൂഷൻ കിൽസ് മോർ പീപ്പിൾ ആനുവലി ദാൻ ടുബാക്കോ. നമ്മൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടാണ് ഈവൻ പുകവലിയേക്കാൾ കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്. പുകവലി കൊണ്ട് കുറെ പേര് മരിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് എയർ പൊല്യൂഷൻ കൊണ്ടാണ്. ഡൽഹി പോലെ സംസ്ഥാനത്തൊക്കെ നമുക്കറിയാം വലിയ ഇഷ്യൂ ആണത്. ഏറ്റവും ആൾക്കാർ വിഷമിപ്പിക്കണം, ഏറ്റവും ആൾക്കാർ മരണപ്പെടാൻ കാരണം ഈ എയർ പൊല്യൂഷൻ കൊണ്ടാണ്. കൊച്ചിയിൽ ഒട്ടും മോശമല്ല, കേരളത്തിൽ ഒട്ടും മോശമല്ല, അത് കൊച്ചി ഏറ്റവും മോശം. അപ്പൊ പറയുക ഏറ്റവും കൂടുതൽ കമ്പനിയുള്ള സ്ഥലമാണ്, ഫാക്ടറിയുള്ള. അപ്പൊ ആ പുക അടിച്ച് നമുക്ക് ആൾക്കാർ എപ്പോഴും വണ്ടികളുടെ ആധിക്യവും ബാംഗ്ലൂർ സിറ്റി എല്ലാ സിറ്റീസും ഈ പ്രശ്നങ്ങൾ എയർ പൊല്യൂഷൻ വളരെ കൂടുതൽ. ഇപ്പൊ 75% ഇന്ത്യൻ ബീറ്റ്സ് എയർ വേഴ്സ് ആൻഡ് WHO മീൻസ് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അവിടെ അതിനേക്കാളും താഴ്ന്ന ലെവലിലാണ് 75% ഇന്ത്യൻ ബീറ്റ്സ് വരുന്നുണ്ടാവും. ഒരു 35 വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് ലങ് ഫംഗ്ഷൻ താഴത്തേക്ക് വരിക. അതിന് കാരണം എക്സ്പോസർ ടു സ്മോക്കും ഡസ്റ്റും പൊല്യൂഷനൊക്കെ കൂടുതൽ അടിച്ചുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. ഇൻഡോർ എയർ പൊല്യൂഷനാണ് 3 to 5 ഇരട്ടി. പുറത്തേക്കാളും ഏറ്റവും അപകടം വീടിനകത്തുള്ള എയർ പൊല്യൂഷൻ. അത് നമുക്ക് അറിയില്ല പലപ്പോഴും. അപ്പൊ അത്രയും ഡാമേജ് ആയിട്ടുള്ള സാധനം വീടിനകത്താണ് മനസ്സിലാക്കുക. അത്രയും പൊടിയും അലർജിയും നമുക്കുണ്ട്. മെട്രോ സിറ്റീസ് ആൻഡ് ബീച്ച് ലിസണേഴ്സ് ഹാവ് ഹയസ്റ്റ് റൈസ് ഇൻ ക്രോണിക് കഫ് ആസ്മ. ഏറ്റവും കൂടുതൽ ക്രോണിക് ആയിട്ടുള്ള ആസ്മയും കഫും ഉണ്ടാക്കാൻ ഒരു കാരണമായി മെട്രോ അടക്കം സ്ഥലങ്ങളിൽ. ഇതിന്റെ എഫക്ട്സ് പറയാൻ ഒന്ന് വീക്കെൻഡ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ശ്വാസകോശ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ്. ഒരു അസുഖം ഉണ്ടായ അസുഖം മാറാനുള്ള ചാൻസും കുറവാണ്. സ്ലോ റിക്കവറി ആയിരിക്കും. പിന്നെ മെന്റൽ ഫോഗ് ആൻഡ് ഹെഡേക്സ്. എപ്പോഴും ഓക്സിജൻ കുറവാണെങ്കിൽ ബ്രെയിനിന് എപ്പോഴും ആകെ ഒരു അസ്വസ്ഥയിരിക്കും. ഭയങ്കര എന്താ പറയുക, ഡള്ളായിട്ട് ബ്രെയിൻ നിൽക്കുന്നുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കാനോ ചെയ്യാനോ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം പോകുന്നുണ്ടാവും. ദെൻ കഫിങ് ആൻഡ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലേമഡ് ആൻഡ് ഇറിറ്റേറ്റഡ് എയർവൈസ്. അപ്പോൾ അവർക്ക് എപ്പോഴും ചുമ വന്നുകൊണ്ടിരിക്കും. ഫ്രീക്വന്റ് കോൾസ് ഓർ ഇൻഫെക്ഷൻസ്. എപ്പോഴും കോൾഡും കഫും ലങ്സിന്റെ പ്രശ്നം, ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്, അസുഖം വരും. ചെസ്റ്റ് ടൈറ്റ്നസ്, പ്രഷർ ഓർ ഡിസ്കംഫർട്ട്. നമുക്ക് ചെസ്റ്റിന് എപ്പോഴും നെഞ്ചത്ത് കൈവയ്ക്കാറ്, എപ്പോഴും ചുമച്ച് നെഞ്ചത്ത് കൈവയ്ക്കും, നീരുവീഴ്ച വരും. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ടെമ്പറേച്ചർ. എപ്പോഴും നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് എപ്പോഴും ചുമ വരിക, തൊണ്ടവേദന ഉണ്ടാവുക, സംസാരിക്കുമ്പോൾ വീസിങ് വരിക, ഫാറ്റിക്, ക്ഷീണവും തളർച്ചയും എല്ലാം ഡാമേജ് ആയിരിക്കുക. അപ്പൊ ചേഞ്ചിങ് സീസൺ ഇസ് ഈക്വൽ ടു ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി വളറബിലിറ്റി. അതും കടന്നു വരികയാണ്. ഇതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഈ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്, റെസ്പിറേറ്ററി കെയർ സിറപ്പ്. ഇത് തുളസിയും ജിഞ്ചറും എസ്റ്റിമതും പിപ്പിലിയും കാളിമിർച്ചി, ലാവൻക, പിന്നെ കണ്ടകാരി, ഹരിതാക്കി, ഇതിനൊക്കെ ഒരു കോമ്പിനേഷനാണ്. ഇത് നോൺ ആൽക്കഹോളിക്കാണ്. ഇത് അങ്ങനത്തെ പ്രൊഡക്റ്റും ചെയ്തിട്ടുള്ള നോൺ ഡോസി ഫോമിൽ, നമുക്ക് മയങ്ങന തരത്തിലുള്ള ഫോർമുലേഷൻ ഒന്നും ഇല്ല. അതിനകത്ത് ഉള്ളത് ഗുഡ്നെസ് ഓഫ് ഹണി, തേനും കെയർഫുള്ളി സെലക്ട് ബ്ലെൻഡ് ഓഫ് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് വർക്ക് ടുഗദർ. നേരത്തെ പറഞ്ഞ എല്ലാ ആയുർവേദ പ്രൊഡക്റ്റിനും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നം മാറി. ബ്രീത്ത് ബെറ്റർ, ലീവ് ഫുള്ളർ. ഇപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി ശ്വാസം ഉറപ്പ് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നം മാറിക്കഴിഞ്ഞു. ഇത് നാച്ചുറൽ ആണ്, മരുന്നല്ലല്ലോ. ഇതെല്ലാം ഫുഡിൽ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ. അത് നമുക്ക് ധൈര്യയോടെ കഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഓരോ തുളസിയുടെയും ജിഞ്ചറിന്റെയും എസ്റ്റിമധുവിന്റെയൊക്കെ ഗുണം നമുക്കറിയാം. തുളസി എന്തായാലും നമുക്ക് കഞ്ചഷൻ ആൻഡ് സപ്പോർട്ട്, ഈസി ആയിട്ട് നല്ല ശ്വാസം ഉണ്ടാക്കാൻ തുളസി സഹായിക്കുന്നു. ജിഞ്ചർ ഇതുപോലെ നമ്മുടെ ലങ്സ് ഫംഗ്ഷൻ കറക്റ്റാക്കി തരാനും ഇൻഫ്ലമേഷൻ ഒക്കെ മാറ്റാൻ സഹായിക്കുന്നു. ദെൻ എസ്റ്റിമധു ഒപ്പം തന്നെ തൊണ്ടയുടെ അസ്വസ്ഥത മാറുന്നു. ഇരട്ടി മധുരം റെസ്പിറേറ്ററി കംഫർട്ട് ആക്കി തരുന്നു. പിപ്പിലി ആൻഡ് കാലിമിർച്ചി നമ്മുടെ കുരുമുളകാണ്. ഇത് നമുക്കറിയാം മസിലിന്റെ ക്ലിയറൻസിനും ശ്വാസകോശത്തിന്റെ ആരോഗ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ലാവൻക, ഇത് കരയാമ്പൂണത്. ഇത് തോട്ടിന് കംഫർട്ടാക്കി തരുന്നു. അപ്പം തന്നെ ശ്വാസം കിടക്കുന്നു. പിന്നെ കണ്ടകാരി, ഇത് പറയുന്നത് കംഫർട്ടബിൾ ബ്രീതിങ്, ശ്വാസം സുഖമാക്കി തരുന്ന കാര്യമാണ്. ഹരിതാക്കി, ഇത് തീർച്ചയായിട്ടും ശരീരത്തിന്റെ ടോക്സിൻസ് മാറ്റി ശ്വാസകോശ ആരോഗ്യം ആക്കി തരുന്നു. ഇത് 2 ടീസ്പൂണാണ് 10 ml 2 നേരം കഴിക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കണം. MRP 650, DP 488, PV 9.04. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ 10 പ്രൊഡക്റ്റും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത് ഈ മോദി പേയിൽ ഇറങ്ങിയിട്ടുള്ള 4ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഷിപ്പ് ലൈഫിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. ഇത് പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ടീമിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം
ഇപ്പൊ നിലവിലെ സാഹചര്യത്തിലുണ്ട്. സോ ഇന്നത്തെ ദിവസം ഈ ഒരു അറിവ് എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രൊഡക്റ്റ് പഠിക്കേണ്ടത് ആവശ്യമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ചെറിയ അറിവ് നിങ്ങൾക്കോട് ഷെയർ ചെയ്യാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായത്. സോ എല്ലാവർക്കും ഇത് പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.